ഹായ് ദിസ് ഈസ് സി യഷാദ് അലി. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗ്രേറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA CMA ഫൈനല് IDT കമ്മിങ് അറ്റംപ്റ്റ് ആയിട്ടുള്ള മെയ് ജൂണിലെ അമെന്റ്മെന്റ്സ് ആണ്. ഏകദേശം കുറച്ച് അമെന്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഹെഡ് വൈസ് തന്നെ, അപ്പൊ ഓരോ ചാപ്റ്റർ വൈസ് തന്നെ അമെന്റ്മെന്റ്സ് എന്ത് ചെയ്യാൻ നമുക്ക് നോക്കി 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 പോകാം. ഫസ്റ്റ് വരുന്നത് സപ്ലൈ എന്നുള്ള ചാപ്റ്ററിൽ നമ്മളെ നെഗറ്റീവ് ലിസ്റ്റ് ഇല്ലേ, ഷെഡ്യൂൾ 3 ഒരു സാധനം കൂടി ആഡ് ആയിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് വരുന്ന അമെന്റ്മെന്റ്. അപ്പൊ ഷെഡ്യൂൾ 3 മീൻസ് അഡീഷണലി ആഡ് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ എക്കണോമിക് സോണിലോ ഫ്രീ ട്രേഡ് വെയർഹൗസിംഗ് സോണിലോ ഉള്ള വെയർഹൗസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇപ്പം എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ ബിഫോർ ക്ലിയറൻസ് ഫോർ എക്സ്പോർട്ട് ഓർ ടു DTA അത് സപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ, അപ്പോൾ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഫ്രീ ട്രേഡ് വെയർഹൗസിംഗ് സോണിലൊക്കെ ഉള്ള വെയർഹൗസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ, ബിഫോർ എക്സ്പോർട്ട് അല്ലെങ്കിൽ ബിഫോർ ഡൊമസ്റ്റിക് താരിഫ് ഏരിയയിലോട്ട് ക്ലിയർ ചെയ്യുന്നതിന് മുന്നേ, ഡൊമസ്റ്റിക് താരിഫ് ഏരിയ എന്ന് പറഞ്ഞാൽ ടാക്സബിൾ ഏരിയയിലോട്ട് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ അത് സപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ അതെന്തല്ല, സപ്ലൈ ഓഫ് ഗുഡ്സും അല്ല, സപ്ലൈ ഓഫ് സർവീസും അല്ല, നെഗറ്റീവ് ലിസ്റ്റിലാണ് വരുന്നതെന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്ത് വെയർഹൗസ് ചെയ്ത ഗുഡ്സ് വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ സപ്ലൈ അല്ല എന്ന് പറയുന്ന പോലെ തന്നെ സ്പെഷ്യൽ എക്കണോമിക് സോണിലോ ഫ്രീ ട്രേഡ് വെയർഹൗസിംഗ് സോണിലോ എക്സ്പോർട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് താരിഫിലോട്ട് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനത് വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യാന്നുണ്ടെങ്കിൽ, സപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ അതെന്തല്ല, സപ്ലൈ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഷെഡ്യൂൾ 3 ഒരു സാധനം ആഡ് ഓൺ ചെയ്തു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തത് ടൈം ഓഫ് സപ്ലൈയിൽ വന്ന അമെന്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വൗച്ചേഴ്സിന്റെ ആ സാധനം റിമൂവ് ചെയ്തു. വൗച്ചർ സെക്ഷൻ 12 സബ്സെക്ഷൻ 4 എന്നുള്ളൊരു, അല്ലെങ്കിൽ 13 സബ്സെക്ഷൻ 4 എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അത് റിമൂവ് ചെയ്തു. വൗച്ചേഴ്സിന്റെ സെക്ഷൻ റിമൂവ് ചെയ്തു. വൗച്ചേഴ്സ് ഇപ്പം എന്തല്ല, നോട്ട് ബി ട്രീറ്റഡ് സപ്ലൈ, സപ്ലൈ അല്ല, വൗച്ചേഴ്സ് സപ്ലൈ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ടൈം ഓഫ് സപ്ലൈന്റെ റെലവൻസ് പോയി. ഓക്കെ, വാല്യൂ ഓഫ് സപ്ലൈയിൽ വന്ന അമെന്റ്മെന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലോട്ടറി ബെറ്റിംഗ് ഗാംബ്ലിംഗിന്റെ റൂൾ 31A ഇല്ലേ, റൂൾ 31A മുമ്പ് റേറ്റ് മാറിയതാണ്. മുമ്പ് അത് എന്താ പറയുക 28% ആയിരുന്നു, അത് മാറിയിട്ട് 40 ആയി. അപ്പൊ 100/40 ഇൻക്ലൂഡിംഗ് GST എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ അവിടെ കാണുക. ഫെയർ വാല്യൂ ഓഫ് ടിക്കറ്റിന്റെ അങ്ങനെ പ്രൈസ് നോട്ടിഫൈ ചെയ്ത് ഹയർ ആണല്ലോ നമ്മൾ എടുക്കുക. അപ്പൊ അത് ഇൻക്ലൂഡിംഗ് നമ്മൾ 28% എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്തിരുന്നത് മുമ്പ്. അത് 40, ഇപ്പൊ 28% ഇല്ലല്ലോ, 40% ആയിട്ടുണ്ട്. അതാണ് അടുത്ത ചേഞ്ച്. പിന്നെ അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നു. ഈ പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ടിന്റെ കേസിൽ വന്നൊരു ക്ലാരിഫിക്കേഷൻ ആയിരുന്നു സെക്കൻഡറി ഡിസ്കൗണ്ട്. അതായത് കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന കേസിൽ GST ക്രെഡിറ്റ് നോട്ട് അല്ല, അതായത് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ITC ട്രീറ്റ്മെന്റ് എങ്ങനെ വരേണ്ടത്. അതായത് പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് ആണ്, ആഫ്റ്റർ ദി സപ്ലൈ ഡിസ്കൗണ്ട് ആണെങ്കിൽ അതിലൊരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. റിസീപ്റ്റന്റ് പ്രൊപ്പോർഷനേറ്റ് ITC റിവേഴ്സ് ചെയ്തിരിക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഈ ക്രെഡിറ്റ് നോട്ട് ഇങ്ങനെ ഈ രീതിയിൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, GST ക്രെഡിറ്റ് നോട്ട് അല്ല, ഒരു ടാക്സബിൾ ക്രെഡിറ്റ് നോട്ട് അല്ല, അല്ലാത്ത രീതിയിൽ ഒരു കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് എഫക്ട് ചെയ്യുമെന്നാണ് ചോദ്യം. അപ്പൊ ട്രീറ്റ്മെന്റ് ഓഫ് ITC ആൻഡ് ടാക്സ് പേയബിൾ ഇൻ കേസ് ഓഫ് ഡിസ്കൗണ്ട് ത്രൂ ഫിനാൻഷ്യൽ ഓർ കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ട്, ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ITCയുടെ ട്രീറ്റ്മെന്റ് എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പറയാണ് ഇറ്റ് ഈസ് നെയ്തർ സപ്ലൈസ് ലയബിലിറ്റി വിൽ ബി റെഡ്യൂസ് നോർ ITC ഹാസ് ബി റിവേഴ്സ്ഡ്. ഇവിടെ GST ക്രെഡിറ്റ് നോട്ട് അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ടാക്സ് ലയബിലിറ്റി കുറയുന്നില്ല, ടാക്സിൽ ഒരു എഫക്റ്റും വരുന്നില്ല. കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ടാണ്, GST ക്രെഡിറ്റ് നോട്ട് അല്ല. അതുകൊണ്ട് തന്നെ റിസീപ്റ്റന്റ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ITC റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ പോയിന്റ് ഇത്രയും ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ട് ആയതുകൊണ്ട് തന്നെ ITC റിവേഴ്സൽ വേണ്ട. കാരണം ഔട്ട്പുട്ട് ടാക്സിൽ ലയബിലിറ്റി ഇവിടെ കുറയുന്നില്ല. അതായത് സപ്ലൈയുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ ഇവിടെ ഒരു കുറവും ഒരു റിഡ്യൂസും നടക്കാത്തതുകൊണ്ട് തന്നെ ITC റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല റിസീപ്റ്റന്റ്. ഓക്കെ, കാരണം ദിസ് ഈസ് നോട്ട് എ GST ക്രെഡിറ്റ് നോട്ട് അല്ല ഇത്. പിന്നെ വരുന്ന ഒരു സംഭവമാണ് ഈ പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ടിന് വരുന്ന കാറ്റഗറി തന്നെ. ഇത് ഏറ്റവും കൂടുതൽ വരുന്ന സംബന്ധിച്ച് മാനുഫാക്ചറും ഡീലറും തമ്മിലുള്ള ഒരു കേസിലാണ് ഇത് വരിക. അതായത് ഇപ്പോൾ മാനുഫാക്ചർ, ഡീലർ, എൻഡ് കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് ചിലപ്പോൾ ആര് കൊടുക്കും, മാനുഫാക്ചർ പറഞ്ഞിട്ട് ഡീലർ കൊടുക്കും. യഥാർത്ഥത്തിൽ 10,000 രൂപ വരുന്ന സാധനമായിരിക്കും ഡീലർ യഥാർത്ഥത്തിൽ കസ്റ്റമറിന് കൊടുക്കുന്നത്. പക്ഷെ മാനുഫാക്ചർ പറയും 9,000 കൊടുത്തോ എന്ന് പറയും. എന്നിട്ട് ആ 1,000 ഇല്ലേ, അതായത് എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുത്ത 1,000 ആര് റീഇംബേഴ്സ് ചെയ്യും, മാനുഫാക്ചർ റീഇംബേഴ്സ് ചെയ്യും. അപ്പം ഡീലർ എൻഡ് കസ്റ്റമറിന് കൊടുക്കുന്നത് 9,000-ലായിരിക്കും. ഓക്കെ, അപ്പം 10,000-ന്റെ സാധനമാണ്, അത് ഡീലർ യഥാർത്ഥത്തിൽ 10,000 കൊടുക്കണ്ടേ, 9,000 കൊടുക്കും, 1,000 ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കും. ആര് പറഞ്ഞ ഡിസ്കൗണ്ട് കൊടുത്ത, മാനുഫാക്ചർ പറഞ്ഞിട്ടാണ് ഡിസ്കൗണ്ട് കൊടുത്തത്. ഈ 1,000 ആർക്ക് റിമിറ്റ് ചെയ്യും, മാനുഫാക്ചർ ആർക്ക് റിമിറ്റ് ചെയ്ത് കൊടുക്കും, ഡീലർക്ക് റിമിറ്റ്, ഒരു ഡിസ്കൗണ്ട് പോലെ കൊടുക്കും. 1,000 എക്സ്ട്രാ ഒരു ബോണസ് പോലെ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പോലെ ഡീലർക്ക് മാനുഫാക്ചർ കൊടുക്കും.
അപ്പോ അതൊരു പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് ആകുമോ എന്നാണ് ചോദ്യം. കാരണം എക്സ്ട്രാ ഒരു മാനുഫാക്ചറർ ഡീലർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാധനമല്ലേ, ₹1000 എക്സ്ട്രാ റീംബേഴ്സ് ചെയ്യല്ലേ. അപ്പോൾ അതിനുള്ള ഉത്തരം പറയാണ് അത് സപ്ലൈ ആണോ അല്ലേ എന്നാ ചോദ്യം. അപ്പോൾ ഇവിടെ പറയാണ് എഗ്രിമെന്റ് ബിറ്റ്വീൻ മാനുഫാക്ചറർ ആൻഡ് എൻഡ് കസ്റ്റമർ. അതായത് മാനുഫാക്ചറും എൻഡ് കസ്റ്റമറും തമ്മിൽ ഓൾറെഡി എഗ്രിമെന്റ് ഉണ്ടോ ഇല്ലേ നോക്കുക. ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് തരാമെന്ന് മാനുഫാക്ചർ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, മാനുഫാക്ചർ ഓൾറെഡി എഗ്രീഡ് ആയിട്ടുള്ള വല്ല കേസ് ഉണ്ടോ ഇല്ലയോ നോക്കുക. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ, എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെയൊന്നും ഇല്ല, എഗ്രിമെന്റ് ഒന്നും ഇല്ലെങ്കിൽ അത് സപ്ലൈ അല്ല. കാരണം ₹1000 കൺസിഡർ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല, പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ഓക്കെ, ഒന്നുകൂടി പറയാം. ഈ ട്രീറ്റ്മെന്റ് എന്താ വെച്ചാൽ എപ്പോഴാണ് വരിക? മാനുഫാക്ചർ, ഡീലർ ആൻഡ് കറന്റ് കസ്റ്റമർ. അപ്പൊ മാനുഫാക്ചർ ഡീലർക്ക് കൊടുക്കും, ഡീലർ ആൻഡ് കസ്റ്റമറിന് കൊടുക്കും. അപ്പൊ ഡീലർ സാധാരണ കൊടുക്കുന്ന റേറ്റ് 10,000 ആണ്. ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് മാനുഫാക്ചർ കൊടുക്കാൻ പറഞ്ഞ് 9,000 കൊടുക്കാൻ പറഞ്ഞ് 1000, അപ്പോൾ 1000 കുറച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കസ്റ്റമറിന് കൊടുക്കുന്നത്. അപ്പം ആ ആ ₹1000, അതായത് ആ ₹1000 എക്സ്ട്രാ ഈ പറഞ്ഞ മാനുഫാക്ചറർ ഡീലർക്ക് റീഇംബേഴ്സ് ചെയ്യുന്നത് അതൊരു ടൈപ്പ് ഓഫ് സപ്ലൈ ആണോ അല്ലേ എന്നാണ് ചോദ്യം. അപ്പൊ പറയാണ് മാനുഫാക്ചററും എൻഡ് കസ്റ്റമർ, അതായത് എക്സ്ട്രാ ഒരു സർവീസ് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ അതൊരു സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണോ. അതായത് മാനുഫാക്ചറർ ഡീലർക്ക് ഒരു ഡിസ്കൗണ്ട് പോലെ അല്ലെങ്കിൽ ഒരു എമൗണ്ട് പോലെ എക്സ്ട്രാ കൊടുക്കുകയല്ലേ, അതൊരു സപ്ലൈ ആണോ അല്ലേ എന്നാണ് ചോദ്യം. അപ്പൊ പറയാണ് മാനുഫാക്ചററും ഈ എൻഡ് കസ്റ്റമറും തമ്മിൽ ഓൾറെഡി എഗ്രീഡ് ആണ് ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് തരാം എന്ന് ഓൾറെഡി എഗ്രീഡ് ആണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എ സപ്ലൈ. ചെയ്താ ₹1000 റീഇംബേഴ്സ് ചെയ്യുന്നത് ഇറ്റ്സ് എ സപ്ലൈ. ഇനി അങ്ങനെ എഗ്രിമെന്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തല്ല, നോട്ട് എ സപ്ലൈ അല്ല. ഓക്കെ, സോ ഈ ₹1000 സപ്ലൈ ആവുക മാനുഫാക്ചററും എൻഡ് കസ്റ്റമറും ഓൾറെഡി എഗ്രീഡ് ആണ് ഇങ്ങനെ ഡിസ്കൗണ്ട് തരാമെന്ന്. അങ്ങനെയാണെങ്കിൽ ₹1000 സപ്ലൈ ആണ്. ഇനി അതല്ല, എഗ്രീഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്തല്ല, സപ്ലൈ അല്ല. ഓക്കെ, സോ ഇതാണ് ആ ഒരു മാനുഫാക്ചർ ഡീലറിന്റെ കേസിൽ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അടുത്തൊരു സാധനം കൂടി ഉണ്ട് മാനുഫാക്ചർ ഡീലറിന്റെ കേസിൽ വരുന്നത്. വെദർ പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് ക്യാൻ ബി ട്രീറ്റഡ് ആസ് കൺസിഡറേഷൻ പെയ്ഡ് ബൈ മാനുഫാക്ചർ ഡീലർ ഇൻ ലിeu ഓഫ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ ഡീലർ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ചില ഡീലർമാർ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടും. അതായത് മാനുഫാക്ചറിന്റെ പ്രൊഡക്റ്റ് ഡീലർഷിപ്പ് എടുത്തിട്ട് ഡീലർ ആയിരിക്കും ഈ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് കേസ് ഉണ്ട്. ഡീലർ സ്വന്തം പൈസ എടുത്തിട്ട് പ്രൊമോഷണൽ ആക്ടിവിറ്റി ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തം പൈസ എടുത്ത് ചെയ്തിട്ട് പിന്നെ ആര് റീഇംബേഴ്സ് ചെയ്യാം, മാനുഫാക്ചർ റീഇംബേഴ്സ് ചെയ്യുന്ന കേസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ റീഇംബേഴ്സ് ചെയ്യുമ്പോൾ അത് എന്താ പറയാ, ഇത് കിട്ടും. അതായത് അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും, ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി ചെയ്തു കൊടുത്ത പോലെ ട്രീറ്റ് ചെയ്യുമോ എന്നൊക്കെ തന്നെ ചോദ്യം. അതാണ് പ്രശ്നം ഇവിടെ. പറയാണ് ഒരു ഡീലർ അണ്ടർടേക്ക് സ്പെസിഫിക് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് അഡ്വർടൈസ്മെന്റ്, ബ്രാൻഡിങ് എക്സെട്ര ആൻഡ് ഫോർ ദാറ്റ് കൺസിഡറേഷൻ വാസ് റിയലി സ്റ്റേറ്റഡ് ഇൻ എഗ്രിമെന്റ്. അതായത് ബ്രാൻഡിങ്, പ്രൊമോഷണൽ ആക്ടിവിറ്റി, അഡ്വർടൈസ്മെന്റ് പോലത്തെ ആക്ടിവിറ്റീസ് ചെയ്തു കൊടുക്കുകയാണ് ഡീലർ മാനുഫാക്ചറിന് വേണ്ടിയിട്ട്. ആൻഡ് അവർ തമ്മിൽ എഗ്രീഡ് ആണ്, ഓൾറെഡി അഗ്രിമെന്റിൽ കറക്റ്റ് ആയിട്ട് കൺസിഡറേഷൻ പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ചോദിക്കുന്നത് ഇതൊരു കൺസിഡറേഷൻ ആണോ, അതായത് ഇതൊരു നമ്മളിപ്പോ സപ്ലൈ ആവണ്ടേ, സപ്ലൈ ആണെങ്കിൽ കൺസിഡറേഷൻ അല്ലേ, അപ്പൊ ഇതൊരു കൺസിഡറേഷൻ ആണോ എന്നാ ചോദിക്കുന്നത്. അപ്പം അതായത് ഒരു ഓൾറെഡി ഡീലറും മാനുഫാക്ചറും തമ്മിൽ എഗ്രീഡ് ആണ്, അഗ്രിമെന്റ് പറയുന്നുണ്ട് ഡീലർ മാനുഫാക്ചർക്ക് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ്, ബ്രാൻഡിങ്, ഇങ്ങനത്തെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യും. ആ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കൺസിഡറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എ സപ്ലൈ. പ്രൊമോഷണൽ ആക്ടിവിറ്റി ചെയ്തു കൊടുത്ത പോലെയാണ് ഇഫ് ദേ ആർ ഓൾറെഡി എഗ്രീഡ്. ഓൾറെഡി എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ, എഗ്രിമെന്റിൽ സ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എഗ്രീഡ് ആണെങ്കിൽ. ഓക്കെ, സോ ഓൾറെഡി ഡീലർ മാനുഫാക്ചർ എഗ്രീഡ് ആണ്, കൺസിഡറേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രൊമോഷണൽ ബ്രാൻഡിങ് ആക്ടിവിറ്റി ചെയ്യുന്നതിൽ, ദെൻ ഇറ്റ് ഈസ് എ സപ്ലൈ. അതൊരു കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. മാനുഫാക്ചർ ഡീലർക്ക് ഇങ്ങനത്തെ പ്രൊമോഷണൽ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ഇത് ആക്ച്വലി നമ്മളെ തിയററ്റിക്കലേക്കാട്ടും കൂടുതൽ പ്രാക്ടിക്കൽ റെലവൻസ് എന്ന പോയിന്റ്. കാരണം മാനുഫാക്ചറും ഡീലർഷിപ്പും ഉള്ള ഈ കേസ് കോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഓക്കെ, സോ ഇതൊന്ന് ഓർത്ത് വെക്കുക ഈ ഒരു കാര്യം. അടുത്തത് ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 എന്നുള്ള കേസില്ലേ, നമ്മുടെ ഓയോ, ഊബർ തുടങ്ങിയിട്ടുള്ള ഓയോ, ഊബർ, അതേപോലെ തന്നെ സൊമാറ്റോ, ഓല, സ്വിഗ്ഗി, ഈ ടൈപ്പ് ഓഫ് ഈ പറഞ്ഞ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള സെക്ഷൻ ആണല്ലോ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ഇൻ കേസ് ഓഫ് CGST, സെക്ഷൻ 5 സബ്സെക്ഷൻ 5 ഓഫ് ഇൻ കേസ് ഓഫ് IGST. ഇതിലോട്ട് ഒരു കൂട്ടരും കൂടി ഇതിൽ ആഡ് ചെയ്തു.
ഓക്കെ, ഒരു കൂട്ടരും കൂടി ഇതിലോട്ട് ഇവർ ആഡ് ചെയ്തു, ലോക്കൽ ഡെലിവറി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ. എക്സാമ്പിൾ, പോർട്ടർ ഒക്കെ പോലത്തെ ചുമട്ട് പരിപാടിയില്ലേ, അങ്ങനത്തെ ഒക്കെ സർവീസ് ചെയ്യുന്ന കൂട്ടർ, അങ്ങനത്തെ വല്ല ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരും ഈ കൂട്ടത്തിൽ പെടും. ഇപ്പൊ ഈ ഓയോ ഊബർ ഒക്കെ ഓരോ ടൈപ്പ് ഓഫ് സർവീസ് അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓയോ ആണെങ്കിൽ ഹോട്ടൽ റൂംസ്, ഊബർ ആണെങ്കിൽ നമ്മളെ ക്യാബ് സർവീസസ്. അതേപോലെ ലോക്കൽ ഡെലിവറി സർവീസ് ചെയ്യുന്ന വല്ല ആപ്ലിക്കേഷൻസ് വല്ല ടീം ഉണ്ടെങ്കിൽ ദേ ഓൾസോ വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദിസ്. ആ ന്യൂ സർവീസും കൂടി ഇതിൽ നോട്ടിഫൈ ചെയ്തു. അതാണ് പുതിയ വന്ന അമെന്റ്മെന്റ്. ഇവരും ഇതിൽ പെടും. ഓക്കെ, പക്ഷെ അവിടെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ, ഇപ്പൊ അതിൽ സപ്ലൈ ചെയ്യുന്ന ആൾ ഓൾറെഡി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 28 ഓൾറെഡി GST രജിസ്ട്രേഷൻ എടുത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു കേസിൽ വരില്ല. ഓക്കെ, അത് വിൽ ഡിസ്കസ് ഇൻ 9 സബ്സെക്ഷൻ 5 വരുന്ന പോയിന്റ് ആണ്. അതായത് ഓയോ ഊബർ സൊമാറ്റോ കാറ്റഗറിയിൽ ആര് പെടും? ലോക്കൽ ഡെലിവറി സർവീസ് ചെയ്യുന്ന ആൾക്കാർ പെടും. ബട്ട് അതിലൂടെ സർവീസ് ചെയ്യുന്ന ആൾക്കാർ ഓൾറെഡി GST രജിസ്റ്റേർഡ് ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 അപ്ലിക്കബിൾ അല്ലല്ലോ. അല്ലെങ്കിൽ അല്ലേ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 അപ്ലിക്കബിൾ. അതാണ് അവിടെ പറഞ്ഞ എക്സെപ്റ്റ് സപ്ലൈർ ഈസ് ലയബിൾ ടു രജിസ്റ്റർ അണ്ടർ സെക്ഷൻ 22. സെക്ഷൻ 9 സബ്സെക്ഷൻ 5 പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം സാധനം അപ്പൊ പറഞ്ഞത് വിൽ ഗെറ്റ് എന്താ പറയാ, മൊത്തത്തിലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സോ ആ ഓയോ ഊബർ കാറ്റഗറി സർവീസിലോട്ട് ലോക്കൽ ഡെലിവറി സർവീസ് കൂടി ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ വന്ന അമെന്റ്മെന്റ് എന്താ വെച്ചാൽ GST റേറ്റ് മാറിയതാണ്. ഇപ്പൊ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ നമ്മുടെ GTAന്റെ കേസിൽ GTAക്ക് FCM ഓപ്റ്റ് ചെയ്യാം എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. FCM ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് അവർക്ക്. ഒന്നുകിൽ 5% വിത്തൗട്ട് ITCU, 12% വിത്ത് ITCയും ആയിരുന്നു. അത് മാറിയിട്ട് എന്താക്കി 18% കാരണം 12% ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ 18% വിത്ത് ITC എന്നുള്ളതാക്കി. അതാണ് മാത്രമാണ് GTA റിവേഴ്സ് ചാർജിൽ GTAയിൽ വന്ന അമെന്റ്മെന്റ്. അപ്പം റിവേഴ്സ് ചാർജിൽ GTAയിൽ വന്ന അമെന്റ്മെന്റ് ഇതായിരുന്നു. അതായത് 12% വിത്ത് ITC ഉള്ളത് 18% വിത്ത് ITC ആയി. ഇതേപോലത്തെ ഒരു അമെന്റ്മെന്റ് തന്നെയാണ് റിവേഴ്സ് ചാർജിൽ മറ്റൊരു കേസിൽ. ഈ റെന്റിംഗ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ഇല്ലേ, ഡിസൈൻ ടു ക്യാരി പാസഞ്ചേഴ്സ് ഇൻക്ലൂഡിങ് നമ്മളെ കൺസിഡറേഷൻ ഈസ് ഇൻക്ലൂഡ്സ് എന്ത്, ഫ്യുവൽ കോസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന കേസ്. അവിടെയും നമുക്ക് FCM ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അവിടെ FCM ഓപ്റ്റ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ടാക്സ് 12% ആയിരുന്നു മുമ്പേ. ഇപ്പൊ അത് 18 ആക്കിയിട്ടുണ്ട് എന്നുള്ള ചേഞ്ച് മാത്രമാണ് അവിടെ ഉള്ളത്. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഓക്കെ, സോ 12 ഉള്ളവർക്ക് 18 ആയി. അപ്പൊ റിവേഴ്സ് ചാർജിൽ രണ്ട് അമെന്റ്മെന്റ്. ആ GTAന്റെ കേസിൽ 12 ഉള്ളവർക്ക് 18 ആയി. ആൻഡ് നമ്മളെ റെന്റിംഗ് ഓഫ് മോട്ടോർ വെഹിക്കിളിന്റെ കേസിൽ FCM ഓപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ 12 ഉള്ളവർക്ക് 18 ആയി. റിട്ടേൺസിൽ പിന്നെ എല്ലാ വർഷവും വരുന്ന സെയിം സാധനം. അതായത് അഗ്രിഗേറ്റ് ടേൺ ഓവർ 2 കോടിക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ GSTR 9 ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഇല്ല. അപ്പം 2 കോടി എക്സീഡ് ചെയ്താൽ GSTR 9 വേണം എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കൊല്ലവും അത് ഇങ്ങനെ 2 കൊല്ലം എക്സീഡ് ചെയ്താൽ 2 കോടി എക്സീഡ് ചെയ്താൽ GSTR 9 വേണം. 2 കോടി എക്സീഡ് ചെയ്തില്ലെങ്കിൽ GSTR 9 വേണ്ട. ബട്ട് ഇവർക്ക് തീരെ വേണ്ട. IST, TDS ഡിഡക്ടർ, TCS കളക്ടർ, കാഷ്വൽ ടാക്സൽ പേഴ്സൺ, RTP ഇവർക്ക് തീരെ GSTR 9 അപ്ലിക്കബിളേ അല്ല. ഓക്കെ, 2 കോടി ആയാലും ഇല്ലെങ്കിലും അവർക്ക് അപ്ലിക്കബിൾ അല്ല. അടുത്തത് എക്സംഷൻസിൽ പുതിയ ടീമിനെ ഇൻക്ലൂഡ് ചെയ്തു. അതായത് ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫും ഹെൽത്തും മാത്രമല്ല, ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് മൊത്തം എന്താണ് ഫുള്ളി എക്സംപ്റ്റഡ് ആയി. ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇത് ഈ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇപ്പൊ എംപ്ലോയീസ് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് വേണ്ടി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതെന്തല്ല എക്സംപ്റ്റഡ് അല്ല. ഫാമിലി ഒക്കെ പെടും. ഫാമിലിക്ക് വേണ്ടി മൊത്തത്തിൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. അപ്പം ഞാനിപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ പ്രീമിയത്തിന്റെ കൂടെ GST പേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. ഓക്കെ, എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ദെൻ ഗ്രൂപ്പായിട്ട് റീഇൻഷുറൻസ് എക്സംപ്റ്റഡ് ആണ്. അതായത് മേലെ പറഞ്ഞ റീഇൻഷുറൻസ് എക്സംപ്റ്റഡ് ആണ്. അതായത് മേലെ നമ്മൾ ലൈഫ് ഇൻഷുറൻസിന്റെ റീഇൻഷുറൻസ് ഇല്ല, റീഇൻഷുറൻസ് സർവീസ് കൊടുക്കാൻ ഇപ്പൊ ഇൻഷുറൻസ് കമ്പനി വേറൊരു ഇൻഷുറൻസ് കമ്പനിക്ക് സർവീസ് കൊടുക്കുന്ന ആ ട്രീറ്റ്മെന്റ് ഇല്ല. അതാണ് റീഇൻഷുറൻസ് എന്താ, ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ റീഇൻഷുറൻസ് ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഓക്കെ, സോ ഗ്രൂപ്പ് ആണെങ്കിൽ കിട്ടൂല. ഓക്കെ, എക്സംപ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ കേസ് ഓഫ് ഗ്രൂപ്പ്. പിന്നെ എക്സംഷൻസിൽ ഒരു അമെന്റ്മെന്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ആഡ് ചെയ്താൽ ലോക്കൽ ഡെലിവറി സർവീസിന്റെ കേസ്. അതായത് ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് നടത്തുകയാണ് ബൈ റോഡ് എക്സംപ്റ്റ് ആണ്. ബട്ട് GTAക്ക് എക്സംപ്റ്റ് അല്ല, കൊറിയർ ഏജൻസിക്ക് എക്സംപ്റ്റ് അല്ല. ഇൻലാൻഡ് വാട്ടർ വേസിലൂടെ കൊണ്ടുപോകണമെങ്കിൽ എക്സംപ്റ്റ്. ബട്ട് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബൈ റോഡ് ഈസ് എക്സെപ്റ്റ് ഫോർ GTA, എക്സെപ്റ്റ് ഫോർ കൊറിയർ സർവീസ്. അവിടെ ഒരു സാധനം കൂടി ചേർത്ത് എക്സെപ്റ്റ് ഫോർ ലോക്കൽ ഡെലിവറി സർവീസ്. നമ്മളെ പോർട്ടറൊക്കെ പോലത്തെ എടാ ഇക്കോമോസ് ഓപ്പറേറ്റർ ആ സാധനമില്ലേ ലോക്കൽ ഡെലിവറി സർവീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 അവരെയും കൂടി ഇവിടെ ചേർത്ത് ആ GTA കൊറിയർ ഏജൻസിന്റെ കൂടെ അവരും കൂടി ചേർത്ത് ലോക്കൽ ഡെലിവറി സർവീസസ് പ്രൊവൈഡ് ബൈ ഓർ ത്രൂ എന്ത് ഇക്കോമേഴ്സ് ഓപ്പറേറ്റർ. നമ്മൾ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 വരുന്ന ലോക്കൽ ഡെലിവറി സർവീസുകളില്ലേ പോർട്ടറൊക്കെ പോലത്തെ അവര് എക്സംപ്റ്റഡ് ആണോ? ഇല്ല. ടാക്സബിൾ എക്സംപ്റ്റഡ് അല്ല. ഓക്കെ, നെക്സ്റ്റ് റീഫണ്ട് അണ്ടർ GSTയിൽ വന്ന അമെന്റ്മെന്റ്. റീഫണ്ട് അണ്ടർ GSTയിൽ ഒരു പ്രൊവിഷണൽ റീഫണ്ടിന്റെ ഒരു സാധനം കൊണ്ടുവന്നു. പ്രൊവിഷണൽ റീഫണ്ട് അപ്ലൈ ചെയ്യാം. പ്രൊവിഷണൽ റീഫണ്ടിന്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റീഫണ്ടിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സീറോ റേറ്റഡ് സപ്ലൈന്റെ കേസിൽ, ഇൻ കേസ് ഓഫ് സീറോ റേറ്റഡ് സപ്ലൈ നമ്മൾ എക്സ്പോർട്ടിൽ നമുക്ക് റീഫണ്ട് ക്ലെയിം ചെയ്തൂടെ? പറ്റുമല്ലോ. പറ്റും. യെസ്, എക്സ്പോർട്ടിന്റെ കേസിൽ
പ്രൊവിഷണൽ റീഫണ്ട് നമുക്ക് കൊടുക്കാം. അതായത് റീഫണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ പ്രൊവിഷണൽ റീഫണ്ട് ഓഫ് 90% റീഫണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പ്രൊവിഷണലി ക്ലെയിം ചെയ്യാം. ഡോക്യുമെന്റ്സ് ഒന്ന് വെരിഫൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ വി ക്യാൻ ഗെറ്റ് പ്രൊവിഷണലി 90% കിട്ടും. വിത്തിൻ 7 days ഫ്രം ദി ഡേറ്റ് ഓഫ് അക്നോളജ്മെന്റ്. നമ്മൾ അപ്ലൈ ചെയ്ത അക്നോളജ്മെന്റ് കിട്ടി വിത്തിൻ 7 days തന്നെ പ്രൊഫഷണൽ ആയിട്ട് റീഫണ്ട് നമുക്ക് 90% ക്ലെയിം ചെയ്യാം. റിമൈനിങ് 10% അപ്ലൈ കിട്ടുള്ളൂ. ക്യാൻ ബി സാങ്ഷൻ ഓൺലി ആഫ്റ്റർ ഡ്യൂ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് വിത്തിൻ 60 days. ആഫ്റ്റർ നമ്മൾ ഫയലിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം 60 ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് ബാക്കി 10% കൂടി കിട്ടും. ബട്ട് പ്രൊഫഷണൽ റീഫണ്ട് ഷാൽ നോട്ട് ഇഷ്യൂ. താഴെ പറഞ്ഞ ഈ 2 കേസ് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ റീഫണ്ട് തരൂല. ഏതൊക്കെയാണ് 2 കേസ്? ഇഫ് എ പേഴ്സൺ ക്ലെയിമിംഗ് റീഫണ്ട് വാസ് പ്രോസിക്യൂട്ടഡ് ഫോർ ടാക്സ് ഇവേഷൻ ഫോർ മോർ ദാൻ 2.5 crores ഡ്യൂറിംഗ് 5 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് റീഫണ്ട് പീരീഡ്. എന്റെ റീഫണ്ട് ഞാനിപ്പോൾ റീഫണ്ട് അപ്ലൈ ചെയ്യുന്ന പീരീഡിന്റെ തൊട്ട് മുമ്പ് 5 വർഷം നോക്കിയപ്പോൾ 5 വർഷത്തിൽ 2.5 കോടിയുടെ ടാക്സ് ഇവേഷൻ നടത്തിയ ചെങ്ങായിയാണ് ഇയാൾ. ഓഹോ, ടാക്സ് ഇവേഷൻ 2.5 കോടി നടത്തി നിങ്ങൾക്ക് റീഫണ്ട് വേണം അല്ലേ? തരൂ. കാട്ടാക്കട എവിടെയാണ് എന്റെ വീട്? അങ്ങനെ ചോദിക്കും. ഓക്കെ, തരൂല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രൊഫഷണൽ റീഫണ്ട് കിട്ടില്ല. 2.5 കോടിക്ക് ഓൾറെഡി ടാക്സ് ഇവേഷൻ നടത്തിയിട്ട് അയാൾക്ക് എന്ത് കിട്ടും? 5 കിട്ടൂല. അയാൾക്ക് തേങ്ങ കിട്ടും? കിട്ടൂല, തരൂല. റീഫണ്ട് തരൂല. റീഫണ്ട് പ്രൊവിഷൻ റീഫണ്ട് കൊടുക്കൂല. ഓക്കെ, ഫുൾ ഡ്യൂ വെരിഫിക്കേഷൻ നടത്തിയിട്ട് റീഫണ്ട് തരുള്ളൂ. ഇഫ് എ പേഴ്സൺ നോട്ട് അണ്ടർഗോൺ ആധാർ ഒതന്റിക്കേഷൻ ഓർ എൻഗേജ് ഇൻ നോട്ടിഫൈഡ് ഗുഡ്സ്. ആധാർ ഒതന്റിക്കേഷൻ ഇല്ലേ, നമ്മുടെ GTA ആധാർ ഒതന്റിക്കേഷൻ ചെയ്യണം. ഓൾറെഡി GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ആധാർ ഒതന്റിക്കേഷൻ ഉണ്ടല്ലോ. പഴയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പണ്ട് ആധാർ ഒതന്റിക്കേഷൻ ചെയ്തിട്ടില്ല, ഇപ്പൊ ചെയ്യണം. GST ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കും ആധാർ ഒതന്റിക്കേഷൻ ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പൊ ചെയ്യണം, അവിടെ കൊടുക്കണം, ചെയ്യണം എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാത്തവർക്കും ആധാർ ഒതന്റിക്കേഷൻ അണ്ടർഗോൺ ചെയ്യാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യില്ല, റീഫണ്ട് കിട്ടൂല. അതേപോലെ നോട്ടിഫൈഡ് ഗുഡ്സിന്റെ ചെയ്യുന്ന കിട്ടില്ല. ടൊബാക്കോ പോലത്തെ മസാല, ടൊബാക്കോ, എസെൻഷ്യൽ ഓയിൽ, അരേക്ക നട്ട് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തില്ല, റീഫണ്ട് പ്രൊവിഷണൽ റീഫണ്ട് അലോ ചെയ്യില്ല. ആൻഡ് മാർക്ക് ചെയ്ത് വെച്ചോ, MCQ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ അതാണ് നമ്മളെ റീഫണ്ടിലെ കേസിൽ വന്നിട്ടുള്ള ഗവൺമെന്റ്. അടുത്തത് ഡിമാൻഡ് ആൻഡ് റിക്കവറി. ഡിമാൻഡ് ആൻഡ് റിക്കവറിയിൽ ഒരു റീപ്ലേസ്മെന്റ് ആണ് നടത്തിയത്. 2 സെക്ഷൻ ഉണ്ടായിരുന്നു, സെക്ഷൻ 73 74. ഈ 73 74 രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് ഒറ്റ സെക്ഷൻ ആക്കി, സെക്ഷൻ 74A എന്ന് പറഞ്ഞ സെക്ഷൻ ആക്കി. അപ്പൊ 73 ഇനി പഠിക്കണ്ട, വേണ്ട. 74 ഇനി പഠിക്കണ്ട, വേണ്ട. 74A മാത്രം പഠിച്ചാൽ മതി. 74A മാത്രം മതി. 73 വേണ്ട, 74 വേണ്ട. ഓക്കെ, സോ 74A ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് ഇവിടെ 1ാം അമെന്റ്മെന്റ്. അപ്പൊ ഇത് നമ്മൾ ഷോർട്ട് കോസ്റ്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന കേസൊക്കെ പറയുന്നത്. അതായത് ഇഫ് ടാക്സ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ്, ഷോർട്ട് പെയ്ഡ് ഓർ ITC റോങ്ലി അവൈഡ്. ടാക്സ് ഷോർട്ട് പേ ചെയ്തു, ടാക്സ് പേ ചെയ്തില്ല, ITC ഇൻപുട്ട് എടുത്തത് റോങ് ആയിട്ട് എടുത്തു, റീഫണ്ട് ഞാൻ എറർ ആയിട്ട് എടുത്തു, ഒക്കെ തെറ്റ്. ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ബോണഫൈഡ് മിസ്റ്റേക്ക് ഓർ ഡ്യൂ ടു റീസൺ ഓഫ് ഫ്രോഡ്. അതെങ്ങനെ, അതായത് അറിയാതെ പറ്റിയ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രോഡ് ചെയ്തതായിരിക്കാം, വിൽഫുൾ മിസ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, സപ്രഷൻ ഓഫ് ആക്ട് ആയിരിക്കാം, സത്യങ്ങൾ മറച്ചു വെക്കുന്ന പരിപാടി ആയിരിക്കാം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓഫീസർ എന്ത് ചെയ്യും? ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ശരിയല്ലേ? ഓഫ് കോഴ്സ് ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യണ്ടേ? കാരണം കാണിക്കൽ നോട്ടീസ്, ഷോ കോസ് നോട്ടീസ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും പെട്ട് കഴിഞ്ഞാൽ ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ഞാൻ ഇപ്പോൾ 74A ആട്ടോ പറയുന്നത്. 73 74 ഒന്നും ഇപ്പോൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. യു ജസ്റ്റ് നീഡ് ടു സ്റ്റഡി 74A ഓൺലി. ഷോ കോസ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? ആസ്കിംഗ് പേഴ്സൺ ടു വൈ. എടാ, കാരണം കാണിക്കൽ നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിമാൻഡ് ഓർഡർ ആണോ? അല്ലല്ലോ. ആദ്യം നമ്മളെ അറിയിക്കൂലേ? അതായത് നമ്മൾ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളെ അറിയിക്കും. നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തതായിട്ട് കാണുന്നുണ്ട്, അതിന് ഉത്തരം പറയും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് പറഞ്ഞുകൊണ്ടാ എന്ന് അവർ പറയും. അതാണ് ഷോ കോസ് നോട്ടീസ്. അപ്പൊ ഷോ കോസ് നോട്ടീസ് മീൻസ് ആസ്കിംഗ് ദ പേഴ്സൺ ടു വൈ ടാക്സ് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി ഷുഡ് നോട്ട് ബി ഡിമാൻഡഡ്. ഞങ്ങൾ ഇത് ഇങ്ങനെ കാണുന്നുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് ഇത് ചോദിച്ചൂടെ എന്നാണ് അവർ ചോദിക്കുക. വൈ ഇങ്ങനെ ഡിമാൻഡ് ചെയ്യാതിരിക്കാനുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഉണ്ടാകുന്നത്. സച്ച് SCN വുഡ് ബി സ്പെസിഫൈ എമൗണ്ട് ഓഫ് ടാക്സ് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി അലോങ് വിത്ത് ഗ്രൗണ്ട്സ് ഓഫ് അച്ചീവ്മെന്റ്. ഫുള്ള് കാര്യം പറയുള്ളൂ. അത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയാം. കാണിക്കാനാണെങ്കിൽ ഷോ കോസ് നോട്ടീസ് ഇപ്പോൾ ഈ ലാപ്പിലൊന്നും ഇല്ല. ഓക്കെ, ഞാൻ സാധാരണ അങ്ങനെ കാണിച്ചു കൊടുക്കും. അതായത് ഈ നോട്ടീസൊക്കെ എങ്ങനെ വന്നതെന്നൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, നമുക്കത് പാരലലി ഇനി നമ്മൾ ഡിമാൻഡ് ആൻഡ് റിക്കവറി എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കാം. ഓക്കെ, സോ ഷോ കോസ് നോട്ടീസിൽ കറക്റ്റ് പറയും, ഇത്ര ടാക്സ്, ഇത്ര ഇൻട്രസ്റ്റ് ഒക്കെ നിങ്ങൾ തരാനുണ്ടല്ലോ, ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾ അത് കൊണ്ടാ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് റിപ്ലൈ കൊടുക്കട്ടോ. If show cause notice shall not be issued if the amount of tax, ITC or refund involved less than 1000 രൂപയുടെ കുറവുള്ള വല്ല സാധനം മിസ്റ്റേക്ക് ഒക്കെ ആണെങ്കിൽ ഇവർ ഈ കാരണം കാണിക്കൽ നോട്ടീസ് പ്രിന്റ് എടുത്ത് ഒട്ടിച്ച് ഈ കൊറിയർ വഴി അയക്കാൻ തന്നെ എടുക്കും അത്യാവശ്യം പൈസ. 1000 രൂപേന്റെ ചോടുള്ള ഈ സാധനത്തിന് എന്തിനാണ് വെറുതെ ഷോ കോസ് നോട്ടീസ് അയക്കുന്നത്? അയക്കൂല. ഓക്കെ, 1000 രൂപയുടെ താഴെയാണെങ്കിൽ ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യില്ല. പ്രോപ്പർ ഓഫീസർ മേ ഇൻഫോം ഡീറ്റെയിൽസ് ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ടാക്സ് ബിഫോർ സെർവിംഗ്. ഈ ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പേ തന്നെ പ്രോപ്പർ ഓഫീസർ അറിയിക്കും, ബൈ SMS ഒക്കെ അറിയിക്കും, ഇത്ര എമൗണ്ട് എന്തുണ്ട്, ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി ഒക്കെ അടക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഓൾറെഡി ഇമെയിലോ ടാഗ് ചെയ്ത് വെച്ചിട്ട് SMS വഴി അറിയിക്കും ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, സോ ഇതാണ് അതായത് നമ്മളിപ്പോൾ 74A എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് റിക്കവറിന്റെ കേസിൽ ഫസ്റ്റ് എന്താ ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് പറയുന്നത്. ആ പ്രോസസ്സിൽ ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ഇഷ്യൂ ചെയ്യും? ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ഇനി ഷോ കോസ് നോട്ടീസ് ഷോന്ന പോലെ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്താ പറയാ,
ഒരു വർഷത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ ടൈം ലിമിറ്റ് ഒക്കെ ഉണ്ട്. ഇപ്പൊ പഴയ കാലത്തെ അന്ധകാലത്തെ ഫയലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഇപ്പൊ അവർക്ക് ഇഷ്യൂ ചെയ്യാനൊന്നും പറ്റില്ല. അതിലൊരു ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടൈം ലിമിറ്റ് പറയുന്നത് എപ്പോഴാണെന്ന് അറിയാം. അതായത് ഷോക്കോസ് നോട്ടീസ് ഷാൾ ബി ഇഷ്യൂഡ് വിത്തിൻ 42 months. 42 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. അതായത് 3.5 വർഷം. ഇപ്പൊ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയറത്തെ ഒരു ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ അവർക്കുള്ള ഇതെത്രയാ? 3.5 വർഷത്തിനുള്ളിൽ ആ വർഷം റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഷോക്കോസ് നോട്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ വർഷം ഉദ്ദേശിക്കുന്നത് എവിടുന്നാന്ന് അറിയാം. അതായത് ഫ്രം ദി ഡ്യൂ ഡേറ്റ് ഓഫ് ആനുവൽ റിട്ടേൺ ഫോർ ഫിനാൻഷ്യൽ ഇയർ ടു വിച്ച് സച്ച് ഡ്യൂ ഡേറ്റ് റിലീസ് ദ ഡേറ്റ് ഓഫ് ഏർണിംഗ്സ് റീഫണ്ട്. അതായത് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ 2024-25 ഫിനാൻഷ്യൽ ഇയറിന്റെ എന്തെങ്കിലും മിസ്റ്റേക്കിന്റെ ഷോക്കോസ് നോട്ടീസ് അവർക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് അയക്കാൻ പറ്റുക? 2024-25 ആനുവൽ റിട്ടേണിന്റെ ഡ്യൂ ഡേറ്റ് ഇല്ലേ? അതായത് 31 ഡിസംബർ 2025. അപ്പൊ 31 ഡിസംബർ 2025 നിന്ന് 3.5 വർഷത്തിന്റെ ഉള്ളിൽ അവർക്ക് എന്ത് ചെയ്യാം? ഷോക്കോസ് നോട്ടീസ് അയക്കാം. അപ്പോൾ ചോദ്യം, 2017-18 നമ്മളെ GST വന്ന സമയം, 2017-18 എന്തെങ്കിലും എറർ മിസ്റ്റേക്ക് അതിന്റെ ഷോക്കോസ് നോട്ടീസ് വരേണ്ട സമയം കഴിഞ്ഞിട്ടേ. 2017-18 ആനുവൽ റിട്ടേണിന്റെ ഡ്യൂ ഡേറ്റ് 2018 31 ഡിസംബർ. അവിടെ നിന്ന് 42 മാസം, അതായത് 3.5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓവർ. സോ 2017-18 റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ അവർക്ക് കൊണ്ടുവരാൻ പറ്റൂല. ഓക്കെ, സോ അതാണ് അത് ന്യായം വേണ്ടേ? അതായത് ഒരു വർഷത്തെ എന്തെങ്കിലും റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ അറിയിക്കണ്ടേ? പിന്നീടല്ലല്ലോ അറിയിക്കണ്ടേ? അല്ലെ? അതിന് ടൈം ലിമിറ്റ് കൊടുക്കണ്ടേ? അപ്പൊ പഴയതൊക്കെ പൊക്കി പിടിച്ച് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. 3.5 വർഷം. ഇനി റീഫണ്ട് ആണെങ്കിൽ റീഫണ്ടിന്റെ കേസാണ്. അപ്പൊ മറ്റേതൊക്കെ ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കേസാണ് നമ്മൾ ആനുവൽ ഇട്ട് നോക്കുക. റീഫണ്ടിന്റെ കേസ് ആണെങ്കിൽ ആ റവന്യൂസ് റീഫണ്ട് കിട്ടിയ ഡേറ്റിൽ 3.5 വർഷം, അതാണ് നോക്കട്ടെ. ഓക്കെ, അതാണ് അടുത്ത നോട്ട്, ഇമ്പോർട്ടന്റ് നോട്ട് പറയുന്നത്. ഈ ഷോക്കോസ് നോട്ടീസ് നോട്ട് ഇഷ്യൂഡ് വിത്തിൻ ദി ടൈം ലിമിറ്റ്. ഷോക്കോസ് നോട്ടീസ് കറക്റ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ പ്രൊസീഡിംഗ് ഡീം ടു ബി കൺക്ലൂഡഡ്. അതായത് പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓഫീസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കൺക്ലൂഡ് ചെയ്തപ്പോൾ ട്രീറ്റ് ചെയ്യാം. അപ്പൊ 2017-18 എല്ലാ ഇഷ്യൂസ് ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ടാവും? കൺക്ലൂഡ് ചെയ്ത്. ഈ പുതിയ നോട്ടീസ് ഒന്നും 2017-18 ഫിനാൻഷ്യൽ ഇയറിന്റെ ഒന്നും വരില്ല. 18-19 വീണ്ടും വരില്ല. 20-21 വരുമോ? ഇല്ല. 2025 ഇപ്പം വരില്ല. ഓക്കെ, ടൈം ലിമിറ്റ് പാസ് ഓർഡർ. ഇനി ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് പിന്നെ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി, നമുക്ക് എന്ത് ചെയ്യാം? അതിന് മറുപടി കൊടുക്കാം. അതിനൊക്കെ ശേഷം അവർ ഓർഡർ ഇഷ്യൂ ചെയ്യുള്ളൂ. ഓക്കെ, സോ വേർ SCN ഈസ് ഇഷ്യൂഡ് ടു എ പേഴ്സൺ ഈ മേ ഫർണിഷ് ഹിസ് റിപ്ലൈ. നമുക്ക് റിപ്ലൈ കൊടുക്കാം. അപ്പം ഇതൊക്കെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ യു വിൽ അണ്ടർഗോ ട്രെയിനിങ് പീരീഡിൽ കൂടുതൽ വരുന്ന സാധനം അത്. ട്രെയിനിങ് പീരീഡിൽ എപ്പോഴാണ് വരിക എന്നറിയോ? അതായത് നമ്മൾ ചെയ്ത് വെച്ച നമ്മളെ മുൻഗാമികളില്ലേ, നമ്മളെ സീനിയേഴ്സ്, അവരെന്തെങ്കിലും അട്ടർ ഫെയിലിയർ ഫ്ലോപ്പ് ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു എറർ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ നോട്ടീസ് അനുഭവിക്കൽ നമ്മളേ കാര്യം ജൂനിയേഴ്സ്. അപ്പൊ അത് സീനിയറിനെ വിളിച്ചാൽ കിട്ടില്ല. അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. ഒരാളൊരു ഓഫീസിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അയാൾ കോൺടാക്ട് ആ ഓഫീസിൽ നിന്ന് വിളിച്ചാൽ എടുക്കുകയില്ല. ജന്മത്തെടുക്കില്ല. അവിടുന്ന് ആര് വിളിച്ചാലും എടുക്കില്ല. കാരണം എന്താ? നോട്ടീസുമായി ബന്ധപ്പെട്ട് വിളിക്കുകയായിരിക്കും അത് ഡെഫിനറ്റ്ലി. അപ്പൊ നിങ്ങൾ പഴയ വർക്ക് ചെയ്ത ഓഫീസിൽ നിന്ന് വീണ്ടും ഒരു കോൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ചെയ്ത ഏതോ വർക്കിന്റെ എന്ത് വന്നിട്ടുണ്ട്? നോട്ടീസ് വന്നിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോൺ എടുക്കണം, ആ ജൂനിയർക്ക് പറഞ്ഞു കൊടുക്കണം. പാവമാടാ, അല്ലെങ്കിൽ ആ ജൂനിയർക്ക് എടുത്ത് പെടാപ്പേട് വരും. നിങ്ങൾ എങ്ങനെ ചെയ്ത് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. മനസ്സിലായോ? ഓക്കെ, അപ്പം ഞാൻ ബെസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ വേറെ SCN ഈസ് ഇഷ്യൂഡ് ടു എ പേഴ്സൺ ഈ മേ ഫർണിഷ് റിപ്ലൈ ടു പ്രോപ്പർ ഓഫീസർ ഇൻ ഹിസ് ഡിഫൻസ്. അപ്പം നമ്മൾ റിപ്ലൈ കൊടുക്കാനുള്ള ഇതുണ്ട്, ഓൺലൈനായിട്ട് റിപ്ലൈ കൊടുക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഞങ്ങൾ ട്രെയിനിങ് പീരീഡിൽ ചെയ്യേണ്ടി വരും റിപ്ലൈ കൊടുക്കുന്ന പരിപാടിയൊക്കെ. ആഫ്റ്റർ കൺസിഡറിംഗ് സച്ച് റിപ്ലൈ പ്രോപ്പർ ഓഫീസർ ഷാൾ പാസ് ഓർഡർ. ആ റിപ്ലൈ കൺസിഡർ ചെയ്തതിനു ശേഷം അത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ നോക്കും. അതിനനുസരിച്ചിട്ടേക്കാരം പിന്നെ എന്ത് ഇഷ്യൂ ചെയ്യാം? ഓർഡർ ഇഷ്യൂ ചെയ്യാം. അപ്പം ഓർഡർ ഷാൾ ബി പാസ്ഡ് വിത്തിൻ 12 months ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഷോക്കോസ് നോട്ടീസ്. ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് വിത്തിൻ 12, അതായത് 1 ഇയറിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം? ഈ റിപ്ലൈ, അതായത് ഓർഡർ പാസ്സാണ്. റിപ്ലൈക്ക് തോന്നിയ പോലെ റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന് ഡ്യൂ ഡേറ്റ് കൊടുക്കും. റിപ്ലൈ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് കൊടുക്കും. ആ ഡ്യൂ ഡേറ്റിനുള്ളിൽ റിപ്ലൈ കിട്ടിയില്ല വെച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾ സമ്മതിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നും പറയാനില്ല എന്നതിന്റെ അർത്ഥം. അവർ നേരെ ഓർഡർ പാസ്സാക്കും. അപ്പൊ റിപ്ലൈയിൽ നമ്മളെടുത്ത് ന്യായം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ഫേവറിൽ ഒരു ഓർഡർ പാസ്സാക്കും. ഓക്കെ, അപ്പൊ റിപ്ലൈ കറക്റ്റ് കൊടുക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് GST, ഇൻകം ടാക്സ് പോലത്തെ വർക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ചെയ്തു പോകണം. അപ്പൊ തന്നെ ആ വർക്ക് റിലേറ്റഡ് ഡോക്യുമെന്റേഷൻ അപ്പൊ തന്നെ ചെയ്തു പോകണം. കാരണം ഭാവിയിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ യു നീഡ് ടു അത് കാണിച്ചു കൊടുക്കണം. മനസ്സിലായി? അതിനാണ് ഡോക്യുമെന്റേഷൻ കറക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ഡോക്യുമെന്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ എ CFM ഓർ CMFM. ഈ കൺസൾട്ടിംഗ് ലെവലിൽ ഇരിക്കുന്നവർക്ക് ഈ ഡോക്യുമെന്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, കമ്മീഷണർ ഓർ ആൻ ഓഫീസർ ഓതറൈസ്ഡ് ബൈ കമ്മീഷണർ സീനിയർ ടു പ്രോപ്പർ ഓഫീസർ ബട്ട് നോട്ട് ബിലോ റാങ്ക് ഓഫ് ജോയിന്റ് കമ്മീഷണർ എക്സ്റ്റെൻഡ് സച്ച് പീരിയഡ് ബിഫോർ എക്സ്പയറി ബൈ മാക്സിമം ഓഫ് ഫർദർ 6 months. അതായത് ഈ 1 year ആണല്ലോ ഓർഡർ പാസ് ചെയ്യാനുള്ള ഇത്. അത് വേണമെങ്കിൽ ഫർദർ 6 months കൂടി എന്ത് ചെയ്യാം? റീസൺ ഉണ്ടെങ്കിൽ, പ്രോപ്പർ റീസൺ ആണെങ്കിൽ ഫർദർ 6 months കൂടി എക്സ്റ്റെൻഡ് ചെയ്യും കമ്മീഷണർക്ക് അല്ലെങ്കിൽ സീനിയർ ഓഫീസർക്ക്. ഇഫ് ഓർഡർ ഈസ് നോട്ട് പാസ്ഡ് വിത്തിൻ ടൈം ലിമിറ്റ്. ഇനിയിപ്പോൾ ഓർഡർ കറക്റ്റ് 1 yearന്റെ ഉള്ളിൽ ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ പ്രൊസീഡിംഗ് ഡീം ടു ബി കൺക്ലൂഡഡ്.
അതായത് അത് കൺക്ലൂഡ് ചെയ്ത പോലെ ഡീം ചെയ്യപ്പെടും. വേറെ അവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല. അത് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് 1 ഇയറിന്റെ ഉള്ളിൽ പ്രോപ്പർ റിട്ടേൺ പ്രോപ്പർ ഓർഡർ ഫയൽ ചെയ്തിട്ടില്ല, ഓഫീസർ ഓർഡർ ചെയ്തില്ല വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് കൺക്ലൂഡ് ചെയ്ത പോലെ ട്രീറ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ഇഫ് നോൺ എമൗണ്ട് ഓഫ് പെനാൽറ്റി ടു ബി പെയ്ഡ് അലോങ് വിത്ത് ടാക്സ് പ്ലസ് ഇൻട്രസ്റ്റ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു തെറ്റ് വരുത്തി കഴിഞ്ഞാൽ ടാക്സും ഇൻട്രസ്റ്റും കൊടുക്കണം. ടാക്സും ഇൻട്രസ്റ്റ് എന്തായാലും കൊടുക്കണം. അതിന്റെ കൂടെ പെനാൽറ്റി വരുമോ എന്നാണ് ചോദ്യം. യെസ്, വരും. ഇപ്പൊ ഈ നോൺ പേയ്മെന്റ് ഇപ്പൊ നമ്മൾ ഫ്രോഡ് റിലേറ്റഡ് അതർ ദാൻ ഫ്രോഡും ഉണ്ട്. ഓക്കെ. ഈ നോൺ പേയ്മെന്റ് ഓർ ഷോർട്ട് പേയ്മെന്റ് എക്സ്ട്രാ ഫോർ റീസൺസ് അതർ ദാൻ ഫ്രോഡ്, വിൽഫുൾ മിസ്റ്റേറ്റ്മെന്റ് ഓർ സപ്രഷൻ ഓഫ് ഫാക്ട്. നമ്മൾ ഫ്രോഡ് ചെയ്തല്ല ഒരു അറിയാതെ വന്ന ബോണഫൈഡ് മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു മനഃപൂർവ്വം വരുത്താത്ത ഒരു മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഡിമാൻഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡിമാൻഡ് പെനാൽറ്റി ഇല്ല ബിഫോർ ഇഷ്യൂ ഓഫ് ഷോക്കോസ് നോട്ടീസ്. അതായത് ഞാൻ ടാക്സും ഇൻട്രസ്റ്റും ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ അതായത് ഇങ്ങനെ ഉണ്ടതാ. ഇപ്പം ഞാൻ തെറ്റ് മനസ്സിലാക്കി ഞാൻ തന്നെ തിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓർഡർ ഇടൂലല്ലോ അത്, അതായത് നോട്ടീസ് ഒന്നും അയക്കൂലല്ലോ. അപ്പൊ നോട്ടീസ് അയക്കുന്നതിന് മുന്നേ തന്നെ ആ നോൺ പേയ്മെന്റ് അല്ലെങ്കിൽ ഷോർട്ട് പേയ്മെന്റ് ഓഫ് ടാക്സ് ഞാൻ കണ്ടെത്തി ആ ടാക്സ് പ്ലസ് ഇൻട്രസ്റ്റ് ഞാൻ പേ ചെയ്തിരിക്കണമെങ്കിൽ നോ പെനാൽറ്റി ഒന്നുമില്ല. അപ്പം അതായത് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ തന്നെ തെറ്റ് എനിക്ക് മനസ്സിലായി, അതായത് ഞാൻ ആ വർഷത്തിൽ ടാക്സ് അടച്ച് കുറവാണെന്ന് മനസ്സിലാക്കി. ആ ടാക്സ് അടച്ച് കുറവാണല്ലോ, അപ്പൊ അത് കുറവാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഷോക്കോസ് നോട്ടീസ് അവർ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്തു, ടാക്സ് പ്ലസ് ഇൻട്രസ്റ്റ് അടച്ചു വെച്ചെങ്കിൽ പിന്നെ പെനാൽറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത കേസ് ആണെങ്കിൽ തന്നെ 60 ദിവസത്തിനുള്ളിൽ, ഇപ്പം ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ തന്നെ ഞാൻ ടാക്സും ഇൻട്രസ്റ്റും പേ ചെയ്തിരിക്കണമെങ്കിൽ അപ്പോഴും നോ പെനാൽറ്റി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, നോ പെനാൽറ്റിയാണ്. അതർവൈസ് ഇനി ഇതല്ല 60 ഡേയ്സ് കഴിഞ്ഞിട്ടൊക്കെയാണ് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് 60 ഡേയ്സ് കഴിഞ്ഞിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടാക്സ് ഇൻട്രസ്റ്റ് അടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ടാക്സ് ഇൻട്രസ്റ്റ് മാത്രം അടച്ചാൽ പോരാ. 10% ഓഫ് ടാക്സ് അല്ലെങ്കിൽ 10,000 CGST അല്ലെങ്കിൽ 20,000 CGST വിച്ച് ഈസ് ഹയർ ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ മിനിമം ഞാൻ 20,000 എന്ത് ചെയ്യണം, പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 10% ഓഫ് ടാക്സ്. സോ വെരി ഡേഞ്ചർ ആണ് ഇത്. പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണിത്. അതായത് ഷോക്കോസ് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ തള്ളിക്കളയും, അതായത് ഇത് നോക്കുകയില്ല, ഇതിനെ നോട്ടീസിനൊന്നും വേഗം വെക്കാതെ നിൽക്കും. അപ്പോൾ അത് വലിയ ഡേഞ്ചർ. അതായത് അതിന് പ്രോപ്പർ റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത്. പല ആൾക്കാരും അത് ചെയ്യാറില്ല. റിപ്ലൈ പ്രോപ്പർ കൊടുക്കുക, then ഓർഡർ വരാൻ വെയിറ്റ് ചെയ്യുക. ഓർഡർ വന്നതിന് ശേഷം പിന്നെ എന്താ വെച്ചാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അപ്പീലിനൊക്കെ പോവാം, അതൊരു ഓപ്ഷനാണ് അപ്പീലിനൊക്കെ. പക്ഷെ ആ ഫ്ലോ കറക്റ്റ് ആയിരിക്കണം. ആ ഷോക്കോസ് നോട്ടീസ് റിസീവ് ചെയ്ത് റിപ്ലൈ കൊടുത്ത് ഓർഡർ വന്ന് ആ ഫ്ലോ കറക്റ്റ് ആയിരിക്കണം. ലാസ്റ്റ് അപ്പീലിന് പോയിട്ട് അങ്ങനെ ആകരുത്. ഓക്കെ. However, in case of self-assessed tax or amount collected as tax is not paid within 30 days from the due date, penalty shall be applicable in all cases. അതായത് സെൽഫ് അസസ്ഡ് ടാക്സ്, ഇപ്പൊ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ് ഞാൻ അടക്കേണ്ട ഞാൻ അടക്കേണ്ട ടാക്സ് സെൽഫ് അസസ്ഡ് ടാക്സ് അല്ലെങ്കിൽ എമൗണ്ട് കളക്ട് ചെയ്ത് ഞാൻ 30 ഡേ, അതായത് ഞാൻ മാസം അടക്കേണ്ട ടാക്സ് ഇല്ലേ, അത് ഞാൻ കറക്റ്റ് അടച്ചില്ല. ഞാൻ അടച്ചില്ല, കറക്റ്റ് ഞാൻ അടച്ചില്ല എന്ന് കൂട്ടിക്കോ. ഞാൻ മനഃപൂർവ്വമായിട്ട് ഞാൻ എന്തില്ല, ടാക്സ് അടച്ചില്ല, നോട്ട് പെയ്ഡ് ആണെങ്കിൽ വിത്തിൻ 30 ഡേയ്സ്, ഡ്യൂ ഡേറ്റിന് 30 ഡേയ്സ് ആയിട്ട് ഞാൻ ടാക്സ് പേ ചെയ്യില്ലെങ്കിൽ പെനാൽറ്റി അപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി മറ്റൊരു മിസ്റ്റേക്ക് അല്ലേ, ഞാൻ അറിയാതെ നോൺ പേയ്മെന്റ് നടത്തിയല്ലേ. ഓക്കെ. ഇനി പറയാണ് ഫ്രോഡ് കാര്യമാണെങ്കിൽ, അതായത് ഫ്രോഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക. ഫ്രോഡ് മനഃപൂർവ്വം ഞാൻ ടാക്സ് അടക്കാതിരുന്നാണ്, ഷോർട്ട് പേയ്മെന്റ് ആണ്, നോൺ പേയ്മെന്റ് ആണ്, സപ്രഷൻ, അങ്ങനെയാണെങ്കിൽ എത്രയാണ് ടാക്സ് പെനാൽറ്റി വരിക. ഷോക്കോസ് നോട്ടീസിന്റെ മുന്നേ ആണെങ്കിൽ, അതായത് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന മാനസാന്തരപ്പെട്ട്, അതായത് എനിക്ക് മനസ്സിലായോ ഞാൻ ചെയ്തത് തെറ്റാണല്ലോ, അയ്യോ ഞാൻ ചെയ്തത് വളരെ തെറ്റായി പോയി, മാനസാന്തരപ്പെട്ട് ഞാൻ തന്നെ ഈ നോട്ടീസൊക്കെ ഡിപ്പാർട്ട്മെന്റ് അയക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതൊക്കെ തീർപ്പാക്കാൻ വിചാരിച്ചിരിക്കണമെങ്കിൽ 15% ഓഫ് ടാക്സ് ആണ് എന്ത് വരിക, പെനാൽറ്റി ആയിട്ട് പേ ചെയ്യേണ്ടത്. ഇനി വിത്തിൻ 60 ഡേയ്സിന്റെ ഉള്ളിൽ ഷോക്കോസ് നോട്ടീസ് കിട്ടിയ കേസ് ആണെങ്കിൽ വിത്തിൻ 60 ഡേയ്സിന്റെ ഉള്ളിലാണ് പേ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ 25% ഓഫ് ടാക്സ് ഞാൻ എന്ത് ചെയ്യണം, പെനാൽറ്റി ആയിട്ട് പേ ചെയ്യണം. ഇനി ആഫ്റ്റർ 60 ഡേയ്സ്, വിത്തിൻ 60 ഡേയ്സ് ഓഫ് ഓർഡർ ഓക്കെ. അതായത് ഇപ്പൊ ഈ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസ് എന്താ, ഫ്രോഡ് ആയിട്ട് പേയ്മെന്റ് ഓഫ് ടാക്സ് ചെയ്യാത്ത കേസ് അല്ലെങ്കിൽ ഷോർട്ട് പേയ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ടാക്സ് പ്ലസ് ഇൻട്രസ്റ്റ് അടക്കാൻ തയ്യാറാണെങ്കിൽ 15% ഓഫ് ടാക്സ് പെനാൽറ്റി എന്തായാലും പേ ചെയ്യണം. അവിടെ നോ പെനാൽറ്റി ഇല്ല. വിത്തിൻ 60 ഡേയ്സ് ഓഫ് ഷോക്കോസ് നോട്ടീസ് ആണെങ്കിൽ 25% ഓഫ് ടാക്സ് എന്ത് ചെയ്യണം, ഞാൻ പെനാൽറ്റി ആയിട്ട് പേ ചെയ്യണം. ഇനി ആഫ്റ്റർ 60 ഡേയ്സ് ആണ്, ബട്ട് വിത്തിൻ 60 ഡേയ്സ് ഓഫ് ഓർഡർ. ഇപ്പൊ ഷോക്കോസ് നോട്ടീസ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ, ഓർഡർ അല്ലേ. ഇപ്പൊ ഷോക്കോസ് നോട്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓർഡർ ഇടുന്നതാണ്. അപ്പം
ഈ ഷോക്കോസ് നോട്ടീസിന്റെ 60 ഡേയ്സ് കഴിഞ്ഞും ചെയ്ത് ഇനി ഓർഡറിന്റെ മുന്നേ ആണെങ്കിൽ, ഓർഡറിന്റെ 60 ഡേയ്സിന്റെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ 50% ഓഫ് ടാക്സ് ഞാൻ പെനാൽറ്റി ആയിട്ട് പേ ചെയ്യണം. അതിന്റെ അർത്ഥം ഷോക്കോസ് നോട്ടീസിന്റെ പീരീഡ് 60 ഡേയ്സ് കഴിഞ്ഞാൽ തന്നെ ഞാൻ എത്ര പേ ചെയ്യണം? 50% ഓഫ് ടാക്സ് ഞാൻ പെനാൽറ്റി ആയിട്ട് പേ ചെയ്യണം. ഇനി ഓർഡർ കഴിഞ്ഞിട്ട്, അതായത് 60 ഡേയ്സ് ഓഫ് ഫ്രം ദി ഓർഡർ ഡേറ്റും കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ 100% ഓഫ് ടാക്സ് എന്ത് ചെയ്യണം? പെനാൽറ്റി ആയിട്ട് പേ ചെയ്യും. അപ്പം ബിഫോർ ഷോക്കോസ് നോട്ടീസ്, വിത്തിൻ ഷോക്കോസ് നോട്ടീസ്, വിത്തിൻ 60 ഡേയ്സ് ഓഫ് ഷോക്കോസ് നോട്ടീസ്, വിത്തിൻ 60 ഡേയ്സ് ഓഫ് ഓർഡർ ആൻഡ് അതർവൈസ്. ഓക്കെ, അപ്പം ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ 15%, ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് വിത്തിൻ 60 ഡേയ്സ് ആണെങ്കിൽ 25%, ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് ഓർഡറും കഴിഞ്ഞ് ഇഷ്യൂ ചെയ്ത് വിത്തിൻ 60 ഡേയ്സ് ആണെങ്കിൽ 50% ഓഫ് ടാക്സ്, അതർവൈസ് വേറെ ഏത് കേസ് ആണെങ്കിലും 100% ഓഫ് ടാക്സ് ഞാൻ പെനാൽറ്റി ആയിട്ട് പേ ചെയ്യാം. വൺസ് ടാക്സ് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി ഹാവ് ബീൻ പെയ്ഡ് ആസ് ഗിവൺ അബവ് ക്യാൻ ബി പെയ്ഡ് ത്രൂ ഫോം DRC-03. അതായത് നമ്മൾ ഏത് ഫോമിലൂടെയാണ് ഈ പെനാൽറ്റി പേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ DRC-03 എന്നുള്ള ഫോമിലൂടെയാണ് പേ. ആൻഡ് പിന്നെ പ്രോപ്പർ ഓഫീസർക്ക് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് കൺക്ലൂഡ് ചെയ്യും. പ്രോസിക്യൂഷൻ, അതായത് പ്രൊസീഡിങ്സ് അവർ കൺക്ലൂഡ് ചെയ്യും പെനാൽറ്റി അടച്ചു കഴിഞ്ഞാൽ. If initially notice was issued under Section 74A on charges of fraud, willful misstatement or suppression of fact by the proper officer, but charges of fraud, willful misstatement or suppression of fact could not be proved, in such case penalty shall be payable under Section 74A as applicable in case of other than fraud, willful misstatement. അതായത് 74A അനുസരിച്ച് ആദ്യം നോട്ടീസ് അയച്ചു, ഫ്രോഡ് എന്നുള്ള രീതിയിലാണ് നോട്ടീസ് അയച്ചത്. ബട്ട് ഇവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല ഇറ്റ് ഈസ് ഫ്രോഡ് ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നോൺ പേയ്മെന്റ് ഉണ്ട്, ഷോർട്ട് പേയ്മെന്റ് ഉണ്ട്. അതായത് ടാക്സ് പേയ്മെന്റ് കുറച്ചിട്ടുണ്ട്, ബട്ട് ഇവർക്ക് ഓഫീസേഴ്സിന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല ഇറ്റ് ഈസ് ആക്ച്വലി ഫ്രോഡാന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദെൻ നേരെ അത് ലോയിലോട്ട് പോകും, നോൺ ഫ്രോഡിന്റെ കേസിലോട്ട് പോകും. അത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഡ് നോട്ട് ബി പ്രൂവ് സച്ച് കേസ് പെനാൽറ്റി ഷാൽ ബി പേയബിൾ അണ്ടർ അതർ ദാൻ ഫ്രോഡ് എന്നുള്ള രീതിയിലേക്കാണ് പെനാൽറ്റി പേയ്മെന്റ് വരിക എന്നാണ് പറയുന്നത്. ഫ്രോഡ് എന്നുള്ള രീതിയിലാണ് നോട്ടീസ് പോയത്, ബട്ട് അത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല ആക്ച്വലി ഫ്രോഡ് ആണെന്നുള്ളത്. അങ്ങനെ അതർ ദാൻ ഫ്രോഡ് എന്നുള്ള രീതിയിലേക്കാണ് പെനാൽറ്റി പേയ്മെന്റ് വരിക. ഓക്കെ, അടുത്തത് ലിമിറ്റ് ആണ്. മോണിറ്ററി ലിമിറ്റാ പറയുന്നത്. ലിമിറ്റിൽ കുറെ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഓഫീസർ ഇഷ്യൂ ചെയ്യേണ്ട ലിമിറ്റില്ലേ, ഏത് ഓഫീസേഴ്സിനാണ് ഈ ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം അത് ചോദിക്കുന്നത്. അപ്പൊ അത് സൂപ്പറിൻറ്റൻഡന്റ് അപ് ടു CGST IGST ഇവിടെ പറയുന്നത് ഡബിൾ ആണ്. അതായത് CGST ഡബിൾ ആണ് IGST. അപ് ടു 10 lakh ആണെങ്കിൽ സൂപ്പറിൻറ്റൻഡന്റ്, IGST കേസ് ആണെങ്കിൽ അപ് ടു 20 lakh. ഇനി ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ ഇഷ്യൂ ചെയ്യേണ്ടത് 10 lakh to 1 crore കേസാണ്, ഒന്നല്ലേ. 1 crore കേസ് ആണെങ്കിൽ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ 20 lakh to 2 crore ഇൻ കേസ് ഓഫ് IGST. അഡീഷണൽ ജോയിന്റ് കമ്മീഷണർ ആണ് മോർ ദാൻ 1 crore വരുന്ന എല്ലാ കേസിലും നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ഈ പറഞ്ഞ അഡീഷണൽ ജോയിന്റ് കമ്മീഷണർ ആയിരിക്കും. ഓക്കെ, പിന്നെ അവിടെ ഇമ്പോർട്ടൻറ്റ് ഇൻ ബോത്ത് കേസ് ടോട്ടൽ എമൗണ്ട് മസ്റ്റ് ബി കമ്പയർഡ് വിത്ത് മോണിറ്ററി ലിമിറ്റ് ഓഫ് IGST. സം മോണിറ്ററി ലിമിറ്റ് അപ്ലൈ ഇൻ കേസ് ഓഫ് ഓർഡർ ഇഷ്യൂഡ് ഫോർ ലൈഫ് പെനാൽറ്റി. ഈ പെനാൽറ്റിയുടെ കേസിൽ ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇതേ മോണിറ്ററി ലിമിറ്റ് ആണ് പറയാനുള്ളത്. ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോൾ എല്ലാ ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോൾ പെനാൽറ്റിയുടെ കേസിലെ ഓർഡർ ആണെങ്കിലും ഈ സെയിം ലിമിറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ടാക്സ് പീരിയഡിന്റെ കേസ് ഉണ്ടെങ്കിൽ ഷാൽ ബി ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ഹൈയസ്റ്റ് ടാക്സ് എമൗണ്ട് അക്രോസ് ഓൾ ടാക്സ് പീരിയഡ്. അതായത് എല്ലാ ടാക്സ് പീരിയഡും കൂടി നോക്കിയിട്ട് ഹൈയസ്റ്റ് ടാക്സ് എമൗണ്ട് ഏതാണോ നോക്കിയിട്ട് അനുസരിച്ചിട്ടാണ് തീരുമാനിക്കുക ആരാ നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടത്. മൾട്ടിപ്പിൾ ടാക്സ് പീരിയഡ് വരുന്ന കേസാണ്. ഇനി ഒഫൻസ് ആൻഡ് പെനാൽറ്റിയിൽ ഒരു അഡീഷണലി വന്നൊരു കാര്യമായി ബന്ധപ്പെട്ട ഒരു പെനാൽറ്റി അഡീഷണലി ആഡ് ചെയ്തതാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ പറഞ്ഞാൽ മതി. ഈ മിസ്ലേനിയസ് പ്രൊവിഷൻസിൽ ഒരു സാധനം വന്നിട്ടുണ്ട്, ട്രാക്ക് ആൻഡ് ട്രേസ് മെക്കാനിസം എന്ന് പറയും. അതായത് ഈ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ചില പ്രിസ്ക്രൈബ്ഡ് ഗുഡ്സ് ഈ ഹൈ ഹാൻഡ് ഗുഡ്സ് എന്ന് പറയുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. അത് ചില ഹൈ ഹാൻഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൽ കുറച്ചൊരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ മാർക്ക്, ഒരു ഡിജിറ്റൽ സ്റ്റാമ്പ് എന്നൊക്കെ പറയും, ഒരു മാർക്ക് ചെയ്യുമ്പോൾ ചെയ്യണം, അഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞൊരു നിയമം നോട്ടിഫൈഡ് ഗുഡ്സ് ഇവിടെ പറയുന്നുണ്ട്. നോട്ടിഫൈഡ് ഗുഡ്സ്, ചില നോട്ടിഫൈഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിന്റെ ഫ്ലോ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവർ പറയുന്നത്. പുതിയൊരു മെക്കാനിസമാണ് ട്രാക്ക് ആൻഡ് ട്രേസ് മെക്കാനിസം എന്ന് പറയും, സെക്ഷൻ 148A. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ അത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ അത് ഫ്രം ദി ബിഗിനിങ് ഇറ്റ് സെൽഫ് തന്നെ അതൊരു എന്താ പറയുക ഡിജിറ്റൽ സ്റ്റാമ്പ്, ഒരു മാർക്ക് ചെയ്യുമ്പോൾ ചെയ്യണം. QR കോഡ് ഫെസിലിറ്റിയാണ് സാധനം, QR കോഡ് സംഭവമാണ്, അത് ചെയ്യണം, മാർക്ക് ചെയ്യണം എന്നുള്ള ഒരു 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 സംഭവം വന്നിട്ടുണ്ട്. The government may prescribe unified identification mark to affix information details to furnish details of machinery installed to manufacture for notified person. നോട്ടിഫൈഡ് ഗുഡ്സിന്റെ മുകളിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ അഫിക്സ് ചെയ്യണം എന്നൊരു നിയമമുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പുതിയ വന്ന സാധനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പെനാൽറ്റിയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അതായത് ഇൻ കേസ് ഓഫ് നോട്ടിഫൈഡ് അണ്ടർ കോൺട്രാവിൻ ദി പ്രൊവിഷൻ, ഇപ്പൊ മേലെ പറഞ്ഞ പ്രൊവിഷൻ ഇല്ല, ട്രാക്ക് ആൻഡ് ട്രേസ് പ്രൊവിഷൻ കോൺട്രാവിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പെനാൽറ്റി ഉണ്ട്. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 lakh or 10% ഓഫ് ടാക്സ് പേയബിൾ വിച്ച് എവർ ഇസ് ഹയർ. ആ ഗുഡ്സിന്റെ 10% ഓഫ് ടാക്സ്, ആ ഗുഡ്സിന്റെ ടാക്സിന്റെ 10% ഓർ 1 lakh വിച്ച് എവർ ഇസ് ഹയർ എന്തായിട്ട് വരും, പെനാൽറ്റി ആയിട്ട് വരും. ഇഫ് വി ആർ നോട്ട് ഫോളോയിങ് ദി പ്രൊവിഷൻസ് ഓഫ് ട്രാക്ക് ആൻഡ് ട്രേസ് മെക്കാനിസം. ഓക്കെ, ആ പെനാൽറ്റിയാണ്.
അയ്യോ അയ്യോ അയ്യോ. ഇനി അപ്പീൽസ് ആൻഡ് ഡിവിഷൻസിന്റെ കേസിൽ പ്രീ ഡെപ്പോസിറ്റ് ചെയ്യണം. അതായത് നമ്മൾ അപ്പീലിന് പോകുന്നതിന് മുമ്പേ അറിയാലോ പ്രീ ഡെപ്പോസിറ്റ് ചെയ്യണം, പെനാൽറ്റി പ്രീ ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ പെനാൽറ്റി കുറക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അപ്പീലിനൊക്കെ പോകുന്നത്. അപ്പോൾ ഓക്കെ, ആ പെനാൽറ്റി നമ്മൾ എന്ത് ചെയ്യണം, പ്രീ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കേസ് ഉണ്ട്. അപ്പൊ ഞാനിവിടെ ഏർലിയർ നൗ എന്നുള്ള രണ്ട് രീതി, മുമ്പ് എത്രയായിരുന്നു ഇപ്പൊ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതായത് ഈ അപ്പല്ലറ്റ് അതോറിറ്റി ഉണ്ട്, GST അപ്പല്ലറ്റ് ട്രൈബ്യൂണലും ഉണ്ട്. ഓക്കെ, അപ്പം അപ്പല്ലറ്റ് അതോറിറ്റിന്റെ കേസിലോട്ട് ഞാൻ അപ്പീലിന് പോകുമ്പോൾ മുമ്പ് ഞാൻ 25% ഓഫ് പെനാൽറ്റി ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, പ്രീ ഡെപ്പോസിറ്റ് ചെയ്യാനായിരുന്നു. ഇപ്പോൾ 10% ഓഫ് പെനാൽറ്റിയാണ് പ്രീ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, കുറച്ചു 10% ഓഫ് പെനാൽറ്റി. ഇപ്പൊ ഈ 10% ഓർത്ത് വെക്കുക. അപ്പൊ അപ്പല്ലറ്റ് ട്രൈബ്യൂണലിലേക്ക് അപ്പല്ലറ്റ് അതോറിറ്റിയിലോട്ട് അപ്പീൽ പോകുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യണം, 10% ഓഫ് പെനാൽറ്റി ഞാൻ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണം, പ്രീ ഡെപ്പോസിറ്റ് ചെയ്യണം. സെയിം പോയിന്റ് റിപ്പീറ്റ് ചെയ്തോ. ഓക്കെ, അടുത്തത് നമ്മളെ GST നമ്മളെ അപ്പല്ലറ്റ് ട്രൈബ്യൂണലിന്റെ കേസിൽ അപ്പീലിന് പോകുമ്പോൾ പണ്ട് ഒന്നും സ്പെസിഫൈ ചെയ്തിരുന്നില്ല പ്രീ ഡെപ്പോസിറ്റിന്റെ കേസ് അപ്പല്ലറ്റ് ട്രൈബ്യൂണലിന്റെ കേസിൽ. പക്ഷെ ഇപ്പൊ പറഞ്ഞു അപ്പല്ലറ്റ് ട്രൈബ്യൂണലിന്റെ കേസിൽ നമ്മൾ അപ്പല്ലറ്റ് അതോറിറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്താ, അടുത്ത അപ്പീലിന് പോകുന്ന ആർക്കാ, അപ്പല്ലറ്റ് ട്രൈബ്യൂണലിന്റെ അടുത്താ പോവുക. അവിടെ പോകുമ്പോൾ പറയാണ് അവിടെയും 10% ഓഫ് പെനാൽറ്റി എന്ത് ചെയ്യണം, നമ്മൾ പ്രീ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ 25 അപ്പല്ലറ്റ് അതോറിറ്റിന്റെ ആ കേസിൽ പറഞ്ഞ കേസ് 10 ആക്കി. അതേപോലെ അപ്പല്ലറ്റ് അതോറിറ്റിയിലോട്ട് നമ്മൾ ഇനി വല്ല അപ്പീലിന് പോവുകയാണെങ്കിൽ 10% ഓഫ് പെനാൽറ്റി എമൗണ്ട് ഞാൻ എന്ത് ചെയ്യണം, പ്രീ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോർമലി ഇപ്പം മുമ്പത്തെ കേസിൽ ഈ സേർഡ് ബോണ്ട് ഒരു ജുഡീഷ്യൽ മെമ്പർ ഉണ്ടാവും, ഒരു ടെക്നിക്കൽ മെമ്പർ ഉണ്ടാവും. ബട്ട് ഇഫ് എമൗണ്ട് ഓഫ് ടാക്സ് ഇൻവോൾവ് ഈസ് അപ് ടു 50 lakh ആൻഡ് ഡസ് നോട്ട് ഇൻവോൾവ് എനി ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് ക്വസ്റ്റ്യൻ ഓഫ് ലോയും ഇല്ലേ. അപ്പം ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സച്ച് മാറ്റേഴ്സ് ക്യാൻ ബി ഹേർഡ് ബൈ സിംഗിൾ മെമ്പർ. അപ്പൊ ശരിക്കും ഈ GST അപ്പല്ലറ്റ് ട്രൈബ്യൂണലിൽ 2 മെമ്പർമാരുണ്ടാവും, ഒരു ജുഡീഷ്യൽ മെമ്പറും ഒരു ടെക്നിക്കൽ മെമ്പറും. മുമ്പ് അങ്ങനെ തന്നെയാണ്. അത് 50 ലക്ഷത്തിന്റെ താഴെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഓഫ് ലോന്റെ കേസും അല്ല എന്നുണ്ടെങ്കിൽ അത് ഒരാൾ ഹിയർ ചെയ്താൽ മതി വിത്ത് പ്രയർ അപ്രൂവൽ ഓഫ് പ്രസിഡന്റിന്റെ പ്രയർ അപ്രൂവലിൽ സിംഗിൾ മെമ്പർ മതി. ഇനി ഇപ്പൊ ചേഞ്ച് ആയത് എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമലി മാറ്റേഴ്സ് ഹിയർ ബൈ ഓൺ ജുഡീഷ്യൽ മെമ്പർ ആൻഡ് ഓൺ ടെക്നിക്കൽ മെമ്പർ. ബട്ട് ഇഫ് എമൗണ്ട് ഓഫ് ടാക്സ് ഫൈൻ ഫീസ് പെനാൽറ്റി ഇൻവോൾവ് ഓൾ ഇഷ്യൂസ് ആൻഡ് പീരിയഡ് കവർ ഈസ് അപ്പീൽ ഓർഡർ ഈസ് അപ് ടു 50 lakh ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി ക്വസ്റ്റ്യൻ ഓഫ് ലോ സച്ച് സിംഗിൾ മെമ്പർ വിത്ത് പ്രയർ അപ്രൂവൽ ഓഫ് പ്രസിഡന്റ്. ഇവിടെ ആകെ ചേഞ്ച് ആയത് പീരിയഡ് കവേർഡ് ഇൻ അപ്പീൽ ഓർഡർ, അത് മാത്രമാണ് അഡീഷണലി വന്ന ടേംസ്. അതായത് ഇവിടെ നോക്കിക്കേ, നോർമലി മാറ്റർ ഈസ് ഹിയർ ബൈ ഓൺ ജുഡീഷ്യൽ മെമ്പർ ടെക്നിക്കൽ മെമ്പർ, സാധാരണ 2 മെമ്പേഴ്സ്മാരുണ്ടാവും. ഇഫ് ദി എമൗണ്ട് ഓഫ് ടാക്സ് ഫൈൻ ഫീസ് പെനാൽറ്റി ഇൻവോൾവ് ഇൻ ഓൾ ഇഷ്യൂസ് ആൻഡ് പീരിയഡ്, എല്ലതും ഓൾ ഇഷ്യൂസ് എല്ലാം നമ്മൾ ആ ബന്ധപ്പെട്ട എല്ലാ ഇഷ്യൂസും എല്ലാ പീരിയഡും കവേർഡ് ഇൻ അപ്പീൽഡ് ഓർഡർ. ആ അപ്പീൽഡ് ഓർഡറിന്റെ എല്ലതും ഇവിടെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടില്ല. ഇവിടെ ടാക്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ടാക്സ് ആവാം, ഫൈൻ ആവാം, ഫീസ് ആവാം, പെനാൽറ്റി ആവാം, എല്ലാ ഇഷ്യൂസിന്റെയും എല്ലാ പീരിയഡും കവർ ചെയ്തിട്ട് 50 ലക്ഷത്തിന്റെ താഴെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മെമ്പറിനെ ഹിയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം. അപ്പൊ ഇവിടെ ഇതാണ് അഡീഷണലി ചേർത്ത പോയിന്റ്. സെയിം ആണ്, 50 lakh ലിമിറ്റ് ഒക്കെ തന്നെയാണ്, ബട്ട് ഇത് അഡീഷണലി വന്ന പോയിന്റ് ആണ്. ഓക്കെ, ടാക്സ് ഫീസ് ഫൈൻ പെനാൽറ്റി ഇൻവോൾവ് ഇൻ ഓൾ ഇഷ്യൂസ് ആൻഡ് പീരിയഡ് കവേർഡ് ഇൻ അപ്പീൽഡ് ഓർഡർ. എല്ലാ പീരിയഡും എല്ലാ ഇഷ്യൂസും ടാക്സും ഫൈന് ഫീസ് പെനാൽറ്റി എല്ലാം കൂടി ചേർത്തിട്ട് 50 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ആൻഡ് ക്വസ്റ്റ്യൻ ഓഫ് ലോ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മെമ്പർ മതി വിത്ത് പ്രയർ അപ്രൂവൽ ഓഫ് പ്രസിഡന്റ്. ഓക്കെ, ഇനി പണ്ട് അപ്പീൽ മാനുവലി ഫയൽ ചെയ്യായിരുന്നു ഇൻ കേസ് ഓഫ് GST അപ്പലേറ്റ് അതോറിറ്റിന്റെ കേസിൽ. ഇപ്പൊ മാനുവൽ ഫയലിംഗ് അലൗഡ് അല്ല. അതാണ് അടുത്ത ചേഞ്ച്. അപ്പൊ ഇതിൽ കാര്യമായിട്ട് ചേഞ്ച് ഉണ്ട് അപ്പീൽസ് ആൻഡ് റിവിഷനിൽ. ഓക്കെ, ഇതാണ് പുതിയത്. 25 ഉള്ളത് 10 ആക്കി. അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ അടുത്ത് പോകുമ്പോഴും 10% പെനാൽറ്റി പേ ചെയ്യണം പ്രീ ഡെപ്പോസിറ്റ് ആയിട്ട്. ദെൻ അപ്പീൽ ചെയ്യുമ്പോൾ 2 മെമ്പർ വേണം, ജുഡീഷ്യൽ മെമ്പർ ഉണ്ടാവും, ഒരു ടെക്നിക്കൽ മെമ്പർ ഉണ്ടാവും, 50 ലക്ഷം വരെ. ഇനി ക്വസ്റ്റ്യൻ ഓഫ് ലോ പാടില്ല. ബട്ട് അത് മാറിയിട്ട് എന്താക്കി, ഒരു ജുഡീഷ്യൽ മെമ്പർ ടെക്നിക്കൽ മെമ്പർ തന്നെയാണ്, പക്ഷെ 50 ലക്ഷം എന്നുള്ളത് എല്ലാം കൂടി കൂട്ടിയിട്ടാക്കി. ടാക്സ് ഫൈൻ ഫീസ് പെനാൽറ്റി ആൻഡ് ഓൾ ഇഷ്യൂസ് ആൻഡ് ഓൾ പീരിയഡ്. ഓക്കെ, മാനുവൽ ഫയലിംഗ് മുമ്പ് പറ്റുമായിരുന്നു, ഇപ്പൊ പറ്റൂല. മിസ്ലേനിയസ് പ്രൊവിഷൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതാണ് GSTയിലുള്ള അമെന്റ്മെന്റ്സ്. ഇത്രയും അമെന്റ്മെന്റ്സ് ആണ് GSTയിലുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് കസ്റ്റംസിലെ അമെന്റ്മെന്റ് ആണ്. കുറേ ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ കസ്റ്റംസിൽ വന്ന അമെന്റ്മെന്റ്. ഓക്കെ, സോ നോക്കാം കസ്റ്റംസിൽ വന്ന അമെന്റ്മെന്റ് ഏതൊക്കെയാണ്. കസ്റ്റംസിൽ ഒന്ന് വന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റംസ് നമ്മളെ ഒരു ലെവി ആൻഡ് എക്സംഷൻ ഫ്രം കസ്റ്റംസ് ഡ്യൂട്ടി എന്നുള്ള ചാപ്റ്ററിൽ ഒരു റൂൾ ഉണ്ടായിരുന്നു. ഇമ്പോർട്ടർ ഷാൽ പ്രൊവൈഡ് റെക്കോർഡ്സ് വെൻ എവർ ആസ്ക്ഡ് ബൈ, അതായത് അസിസ്റ്റന്റോ ഡെപ്യൂട്ടി കമ്മീഷണറോ എന്തെങ്കിലും റെക്കോർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കണം ഫ്രം ദി 10th ഓഫ് ദി ഫോളോയിങ് മന്ത്. ചോദിച്ച അവിടുന്ന് 10th ഓഫ് ദി ഫോളോയിങ് മന്തിൽ നമ്മൾ എന്ത് ചെയ്യണം, മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കണം എന്നൊരു പോയിന്റ് ഉണ്ടായിരുന്നു.
ആ മന്ത്ലി മാറി എന്തായി, ക്വാർട്ടർലി ആയി എന്നുള്ള ഒരു മാസമായി വ്യത്യാസമേ ഉള്ളൂ. സോ ഇമ്പോർട്ടർ ഷാൾ പ്രൊവൈഡ് റെക്കോർഡ്സ് വെൻ എവർ ആസ്ക്ഡ് ബൈ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി കമ്മീഷണർ ആൻഡ് ഓൾസോ സബ്മിറ്റ് ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റ് ഓൺ ദി കോമൺ പോർട്ടൽ ബൈ ദി 10th ഓഫ് ദി മന്ത്. അതായത് അസിസ്റ്റന്റ് കമ്മീഷണറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണറോ റെക്കോർഡ്സ് ചെയ്യുമ്പോൾ കൊടുക്കണം. കൂടാതെ മുമ്പ് 10th ഓഫ് ദി ഫോളോയിങ് മന്ത് ആയിരുന്നു, എല്ലാ മാസം കഴിഞ്ഞിട്ടുള്ള അടുത്ത 10ാം മാസമായിരുന്നു, 10ാം തീയതി ആയിരുന്നു സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് മാറ്റിയിട്ട് എന്താക്കി, ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റ് ആക്കി. മന്ത്ലി സ്റ്റേറ്റ്മെന്റ് മാറ്റിയിട്ട് ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റ് ആക്കി. ക്വാർട്ടർ കംപ്ലീറ്റ് ചെയ്ത് സക്സീഡിംഗ് മന്തിലെ 10th എന്ത് ചെയ്താൽ മതി, സബ്മിറ്റ് ചെയ്താൽ മതി എന്നാക്കി. ഗുഡ്സ് ക്യാൻ സെൻഡ് ടു ജോബ് വർക്ക്. ഈ ജോബ് വർക്കിന്റെ കേസിൽ ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ മാക്സിമം 6 മന്ത് ആയിരുന്നു അലവ് ചെയ്തിരുന്നത് പ്രോസസ്സിങ്ങിന്, പക്ഷെ ഇപ്പോൾ 1 ഇയർ ആക്കിയിട്ടുണ്ട്. ജോബ് വർക്കിന്റെ കേസിൽ 1 ഇയർ പീരീഡ് കൂട്ടി, അതായത് 6 മന്ത് എന്നുള്ളത് 1 ഇയർ ആക്കിയിട്ടുണ്ട്. ഈ രണ്ട് ചേഞ്ച്, അപ്പോൾ മന്ത്ലി എന്നുള്ളത് ക്വാർട്ടർലി ആക്കി, 6 മന്ത് എന്നുള്ളത് 1 ഇയർ ആക്കി. ഇതാണ് ആ ചാപ്റ്ററിൽ വന്ന ചേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടേഷൻ ആൻഡ് എക്സ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിൽ വന്ന 2 ചേഞ്ച്. ഒന്ന് ഫൈനൽ അസസ്മെന്റിൽ നല്ല ചേഞ്ച് ഉണ്ട്. ഈ പ്രൊഫഷണൽ അസസ്മെന്റ് നമ്മൾ ഫൈനൽ അസസ്മെന്റിന് പോകുമല്ലോ, അവിടെ ചെറിയൊരു ചേഞ്ചും ഫോറിൻ ട്രേഡ് പോളിസിയിൽ ഇതിന് ചെയ്യുകയാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇമ്പോർട്ടർ ആൻഡ് എക്സ്പോർട്ടർ ക്യാൻ ചേഞ്ച് ഡീറ്റെയിൽസ് ഓഫ് ഓൾറെഡി ഫയൽഡ് ആൻഡ് റീകാൽക്കുലേറ്റ് ഡ്യൂട്ടി പേയബിൾ. അതായത് ഓൾറെഡി ഫയൽ ചെയ്തിട്ടുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റീകാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡ്യൂട്ടി എനിക്ക് റീകാൽക്കുലേറ്റ് ചെയ്ത് ഒന്നുകൂടി നോക്കാൻ പറ്റും. ഈ ഫെയർലിയർ ലെസ് ഡ്യൂട്ടി വാസ് പെയ്ഡ്, പേ ഡിഫറൻസ് വോളണ്ടറിലി അലോങ് വിത്ത് ഇൻട്രസ്റ്റ്. ഇപ്പൊ മുമ്പ് ഞാൻ പേ ചെയ്ത ഡ്യൂട്ടി കുറവാണെങ്കിൽ ഞാൻ ഇൻട്രസ്റ്റ് കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അഡീഷണലി പേ ചെയ്യേണ്ടി വരും. ആ ഡിഫറൻസ് എമൗണ്ട് ഇപ്പൊ ഞാൻ പേ ചെയ്യേണ്ടി വരും വിത്ത് ഇൻട്രസ്റ്റ്. ഈ ഫെയർലിയർ എക്സസ് ഡ്യൂട്ടി വാസ് പെയ്ഡ്, ഫെയർലിയർ ഞാൻ മുമ്പ് എക്സ്ട്രാ ഡ്യൂട്ടിയെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും, റിവൈസ്ഡ് എൻട്രി വിൽ ബി ട്രീറ്റഡ് ആസ് റീഫണ്ട് ക്ലെയിം. എനിക്ക് എന്ത് ചെയ്യും, റീഫണ്ട് ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ റിവൈസ് ചെയ്യണം, അതായത് ഞാൻ ഒന്നുകൂടി ഇമ്പോർട്ട് ചെയ്തു എക്സ്പോർട്ട് ചെയ്തു, ബട്ട് ഡ്യൂട്ടി ഞാൻ റീകാൽക്കുലേറ്റ് ചെയ്യാൻ ഓൾറെഡി ഫയൽ ചെയ്താണ്, മുമ്പ് ഓൾറെഡി ചെയ്തതാണ്, ബട്ട് ഞാൻ ഡ്യൂട്ടി ഒന്നുകൂടി റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അഡീഷണൽ ഡ്യൂട്ടി വരുന്നുണ്ടെങ്കിൽ ഞാൻ വോളണ്ടറിലി ഞാൻ എന്ത് ചെയ്യണം, ആ പേ ചെയ്യണം അലോങ് വിത്ത് ഇൻട്രസ്റ്റ്. ഇനി എക്സസ് ആ ഡ്യൂട്ടിയെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഒന്നും കിട്ടൂല, റീഫണ്ട് എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഇനി ഈ റിവിഷൻ ഓഫ് എൻട്രിയിൽ ഇപ്പൊ ഞാനിപ്പം ഓൾറെഡി ഫയൽ ചെയ്തത് റിവൈസ് ചെയ്യണം, റിവിഷൻ ഓഫ് എൻട്രി താഴെ പറഞ്ഞ 2 കേസിൽ അലോ ചെയ്യില്ല. ഒന്ന്, ഓഡിറ്റ് ഓർ സെർച്ച് സേഷ സമൻ ഹാസ് ഓൾറെഡി ബീൻ ഇനിഷ്യേറ്റഡ്. അതായത് ഈ സ്ഥാപനത്തിനെതിരെ ഓൾറെഡി ഓഡിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെർച്ച് നടന്നിട്ടുണ്ട്, സമൻസ് വന്നിട്ടുണ്ട്, അങ്ങനത്തെ ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിവിഷൻ ഓഫ് എൻട്രി പോസിബിൾ അല്ല. ഇനി കേസസ് റിക്വയറിംഗ് റീഫണ്ട് വേർ പ്രോപ്പർ ഓഫീസർ ഓൾറെഡി റീഅസസ് ദ ഡ്യൂട്ടി. ഇനി റീഫണ്ട് വരുന്ന കേസായിരുന്നു, ഓൾറെഡി ഓഫീസർ റീഅസസ് ചെയ്ത് സെറ്റ് ആക്കി വെച്ച സാധനമാണെങ്കിൽ എഗെയിൻ ഇപ്പൊ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, റിവൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒരു കേസ് ആ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് സംതിങ് കേസ് റീഫണ്ട് റിക്വയർ ചെയ്യുന്ന കേസായിരുന്നു. അപ്പോൾ ഓഫീസർ ഓൾറെഡി ആ അപ്ലിക്കേഷൻ നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റീഅസസ് ചെയ്ത് ഡ്യൂട്ടി ഒക്കെ റീഅസസ് ചെയ്ത് ഓൾറെഡി സെറ്റ് ചെയ്ത കേസാണെങ്കിൽ എഗെയിൻ വന്നിട്ട് ഇപ്പോൾ റിവൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ റിവിഷൻ പറ്റും എന്നുള്ള പോയിന്റ് ആണ് ആ പറഞ്ഞ പോയിന്റ്. ഇനി ഫൈനൽ അസസ്മെന്റിന്റെ കേസിൽ, അതായത് പ്രൊവിഷണൽ അസസ്മെന്റിന് പോയ കേസായിരുന്നു, അവിടെ ഫൈനൽ അസസ്മെന്റ് വരുമ്പോൾ അവിടെ നല്ല ചേഞ്ച് ഉണ്ട്. അതായത് ഇവിടെ മന്തും ഡേറ്റ്സ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി ഈ പ്രൊവിഷണൽ അസസ്മെന്റിന് പോയി, അപ്പൊ എനിക്ക് പ്രൊവിഷണൽ അസസ്മെന്റ് എപ്പോഴാണ് പോവാ, ഞാൻ ഈ ഡ്യൂട്ടി റേറ്റ് കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് ഡാറ്റ എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ ഐ വിൽ ഗോ വിത്ത് പ്രൊവിഷണൽ അസസ്മെന്റ് ആൻഡ് ഫൈനലി അത് അസസ് ചെയ്യാം. ആൻഡ് പ്രൊവിഷണൽ അസസ്മെന്റ് ആൻഡ് ഫൈനൽ അസസ്മെന്റ്. അപ്പൊ ഈ പ്രൊവിഷണൽ അസസ്മെന്റ് വാസ് ഓർഡേഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഓർ ഡോക്യുമെന്റ്സ്. ഇൻഫർമേഷൻ ഒക്കെ കുറവാണെങ്കിൽ അല്ലേ നമ്മൾ പ്രൊവിഷണൽ അസസ്മെന്റ് പോവാം. പ്രോപ്പർ ഓഫീസർ ഷാൾ ഇൻഫോം ഓർ inform assessee specific details of information or document required within 50 days from such assessment. അതായത് ഓഫീസർ നമ്മൾ അസസ് ചെയ്യുന്ന ആളെ അറിയിക്കണം, എന്ത് എത്ര ദിവസം കൊണ്ട് അറിയിക്കണം, വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ അറിയിക്കണം എന്തൊക്കെ സ്പെസിഫിക് ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ ആണ് റിക്വയർ ആയിട്ട് വേണ്ടത് എന്നുള്ളത് ഓഫീസർ അസസിനെ അറിയിക്കണം. എത്ര ദിവസം കൊണ്ട് അറിയിക്കണം, 15 ഡേയ്സ്. പണ്ട് ഇത് 1 മന്ത് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 1 മന്ത് മാറ്റി 15 ഡേയ്സ് ആക്കി. ചേഞ്ച് അല്ലേ, നല്ല ചേഞ്ച് ആണ്. അപ്പൊ പഴയ ബുക്ക് ആണെങ്കിൽ തിരുത്തിക്കോ, 1 മന്ത് എന്നുള്ളത് 15 ഡേയ്സ് ആക്കിക്കോ. ഇനി അസസ് അത് അപ്പൊ പ്രൊവൈഡ് ചെയ്യണം, ഷാൾ പ്രൊവൈഡ് ഇൻഫർമേഷൻ ഡോക്യുമെന്റ് വിത്തിൻ 2 മന്ത്. 15 ഡേയ്സിന്റെ ഉള്ളിൽ അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞ് 2 മന്ത്സിനുള്ളിൽ ആര് കൊടുക്കണം, ഇയാള് പ്രൊഫഷണൽ അസസ്മെന്റിന് പോയ ആളില്ലേ, അയാൾ പ്രോപ്പർ ഓഫീസർക്ക് വിത്തിൻ 2 മന്തിന്റെ ഉള്ളിൽ റിക്വയർഡ് ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. പ്രോപ്പർ ഓഫീസർക്ക് വേണമെങ്കിൽ ഇത് 2 മാസം നല്ലത് ഫർദർ എക്സ്റ്റെൻഡ് ചെയ്യാം, ഫർദർ 2 മന്ത് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. ഓഫീസർ സീനിയർ ടു പ്രോപ്പർ ഓഫീസർ മേ എക്സ്റ്റെൻഡ് സച്ച് പീരിയഡ് ആസ് ബിയോണ്ട് 14 മന്ത്. ഇതൊക്കെ മാറ്റമുണ്ടേ, മുമ്പ് 14 മന്ത് അല്ല, വ്യത്യാസമുണ്ട്. ഇതൊക്കെ വ്യത്യാസമുണ്ട്, ഇതൊക്കെ മാറ്റമുണ്ട്, ശ്രദ്ധിക്കണേ. അപ്പം പ്രോപ്പർ ഓഫീസർക്ക് എഗെയിൻ, അപ്പം ഇതിങ്ങനെയാണ് ഇതിന്റെ സിനാരിയോ ഇങ്ങനെയാണ്. പ്രോപ്പർ ഓഫീസർ അസസിനെ അറിയിക്കണം വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നുള്ളത്. അതാണ് സ്പെസിഫൈ ചെയ്യുക, എത്ര ഡീറ്റെയിൽസ് വേണം, എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം സ്പെസിഫൈ ചെയ്യണം. അത് സ്പെസിഫൈ ചെയ്ത് കിട്ടി അസസ് എന്ത് ചെയ്യണം, വിത്തിൻ 2 മന്ത്സിനുള്ളിൽ എന്ത് ചെയ്യണം, പ്രോപ്പർ ഓഫീസറിനെ തിരിച്ചറിയിക്കണം, കൊടുക്കണം. റിക്വയർഡ് ഇൻഫർമേഷൻസോ ഡോക്യുമെന്റ്സോ തിരിച്ചങ്ങോട്ട് കൊടുക്കണം.
അത് വേണമെങ്കിൽ ഓഫീസർക്ക് തന്നെ പ്രോപ്പർ ഓഫീസർക്ക് തന്നെ ഫർദർ 2 മന്ത് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ കൊടുത്ത 2 മാസമല്ലേ അത് കാലയളവ് 2 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. പ്ലസ് ഇനി ഈ പ്രോപ്പർ ഓഫീസറിന്റെ സീനിയർ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഓഫീസർക്ക് ഈ 2 മാസങ്ങളിൽ ഫർദർ 14 മന്ത് ആയിട്ട് വരെ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അസസീസ് ആൾ ഇൻഫോം പ്രോപ്പർ ഓഫീസർ ആഫ്റ്റർ സബ്മിഷൻ ഓഫ് ഓൾ റിക്വയർഡ് ഇൻഫർമേഷൻ ഓർ ഡോക്യുമെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് അറിയിക്കണം ഞാൻ എല്ലാം തന്നിട്ടുണ്ട്. ഇനി ഓഫീസർ അപ്പോൾ അത് ഫൈനലൈസ് ചെയ്യണ്ടേ, അസസ്മെന്റ് എപ്പോൾ ഫൈനലൈസ് ചെയ്യണം, വിത്തിൻ 3 months ഓഫ് ദി റിസീറ്റ് ഓഫ് സച്ച് ഇൻഫർമേഷൻ. ഇത് മുമ്പ് 3 month അല്ല, ഐ തിങ്ക് സംതിങ് 1 year or 2 year എന്തോ ആണ്, ഓർമ്മയില്ലേ, 1 year or 2 year ആണ് മുമ്പ്. സോ ഫൈനൽ അസസ്മെന്റ് എത്ര മാസം കൊണ്ട് തീർക്കണം, വിത്തിൻ 3 monthsനുള്ളിൽ ഞാൻ എന്ത് ചെയ്യണം, ഫൈനൽ അസസ്മെന്റ് തീർക്കണം ഈ ഡോക്യുമെന്റ്സ് കിട്ടിയിട്ട് അവിടുന്ന്. ഓഫീസർ സീനിയർ ടു പ്രോപ്പർ ഓഫീസർ മേ എക്സ്റ്റെൻഡ് സച്ച് പീരിയഡ് ഫോർ ഫർദർ 2 months ബട്ട് മസ്റ്റ് ബി ഫൈനലൈസ് വിത്തിൻ 2 years ഫ്രം ദി ഡേറ്റ് ഓഫ് പ്രൊവിഷണൽ അസസ്മെന്റ്. അതായത് ഇത് വേണമെങ്കിൽ ഫർദർ എന്ത് ചെയ്യാം, 2 month കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം, ഫർദർ 2 മാസം കൂടി വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ബട്ട് ഓൾ ഇൻ ഓൾ പ്രൊവിഷണൽ അസസ്മെന്റ് തുടങ്ങി 2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ്ലി തീർത്തിരിക്കണം. ഓക്കെ, എന്നാണോ പ്രൊവിഷണൽ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് 2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റഡ് ആയിരിക്കണം, അത് മസ്റ്റ് ആണ്. ഡോക്യുമെന്റ്സ് തന്നതിന് ശേഷം 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ശരിക്കും ഫൈനൽ അസസ്മെന്റ് നടത്തണം എന്നാണ്. വേണമെങ്കിൽ ഓഫീസർക്ക് അത് ഫർദർ എക്സ്റ്റെൻഡ് ചെയ്യാം, 2 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. സീനിയർ ഓഫീസർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം 2 മാസം കൂടി. ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്ത്, പ്രൊവിഷണൽ അസസ്മെന്റ് തുടങ്ങിയിട്ട് 2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കണം എന്നുള്ള കാര്യം എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ആ 2 വർഷമല്ലേ, അത് വേണമെങ്കിൽ ഫർദർ 1 year എക്സ്റ്റെൻഡ് ചെയ്യാം. പ്രിൻസിപ്പൽ കമ്മീഷണർക്കോ 2 വർഷം കൂടി 1 വർഷം കൂടി ഫർദർ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ ഫൈൻ. വേറെ ഇതില് ഡ്യൂട്ടി അസസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഇൻഫർമേഷൻ ഫോർ ഫ്രം ഔട്ട്സൈഡ് അതോറിറ്റി, അപ്പീൽ ഇൻ സിമിലർ മാറ്റർ പെൻഡിങ് ഇൻ ഹൈക്കോർട്ട്, ട്രൈബ്യൂണലിലൊക്കെ പെൻഡിങ് ആയിട്ടുള്ള കേസ്, പെനാൽറ്റി ഉണ്ട്. ഈ പ്രൊവിഷൻ എന്തെങ്കിലും കോൺട്രാവൻ ചെയ്യുകയാണെങ്കിൽ 50,000 പെനാൽറ്റി ഉണ്ട്. 2 വർഷത്തിനുള്ളിൽ ടൈം ലിമിറ്റ് വരുന്നത് എവിടെ നിന്നാണ്, ഈ റീസൺ, അതായത് ടൈം ലിമിറ്റ് ഓഫ് 2 years സ്റ്റാർട്ട് ഫ്രം ഡേറ്റ് വെൻ അബവ് റീസൺ സീസസ് ടു എക്സിസ്റ്റ്. ഈ റീസൺ, അതായത് എന്തുകൊണ്ടാണ് ഡ്യൂട്ടി എനിക്ക് കിട്ടാത്തതിനുള്ള റീസൺ ഇല്ലേ, ആ റീസൺ, അതായത് അതുകൊണ്ടല്ലേ ഞാൻ പ്രൊവിഷണൽ അസസ്മെന്റിന് പോകുന്നത്, ആ റീസൺ അവിടെ തൊട്ട് അത് അത് എന്താ പറയാ, സീസ് ആവുന്ന എന്നാണോ സീസ് ആവുന്ന അവിടെ തൊട്ട് 2 വർഷം അതാണ് സ്റ്റാർട്ട് ചെയ്യുക. 2 വർഷം കാൽക്കുലേറ്റ് ചെയ്യുന്ന അവിടെ നിന്നാണ്. ഓക്കെ, ഈ 2 വർഷം. ലാസ്റ്റ് വൺ ഫോറിൻ ട്രിപ്പ്. അപ്പൊ ഇതിൽ നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ, ഇതിൽ പയര് നല്ല ചേഞ്ച് ഉണ്ട്. ഇത് 1 month ആയിരുന്നു, 15 days ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ചേഞ്ച് ഒക്കെ നോട്ട് ചെയ്യണേ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. പെനാൽറ്റി പഠിച്ചു വെച്ചോ, ഫൈനൽ അസസ്മെന്റിന്റെ കേസിൽ എന്തെങ്കിലും കോൺട്രാവെന്റിന് 50,000 പെനാൽറ്റി. ഫോറിൻ ട്രേഡ് പോളിസിയിൽ ഒരു ചെറിയ സാധനം ഉള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഡിനൈഡ് എൻട്രി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം അഡീഷണലി ആഡ് ചെയ്തു. ഡിനൈഡ് എൻട്രി ലിസ്റ്റ്, അതായത് ചില ഈ എൻറ്റിറ്റീസിനെ ഈ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കില്ല. സോ അതായത് അത് അപ്ലൈ ലിസ്റ്റിൽ വരിക, എക്സ്പോർട്ട് ഒബ്ലിഗേഷൻസോ പെനാൽറ്റീസിലോ എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ, എന്തെങ്കിലും വീഴ്ചകൾ വരുത്തി കഴിഞ്ഞാൽ ആണ് ഈ പറഞ്ഞ ഡിനൈഡ് എൻട്രി ലിസ്റ്റിൽ വരിക. അപ്പം കൺസേൺഡ് റീജിയണൽ അതോറിറ്റി ഓഫ് GGFT ക്യാൻ പ്ലേസ് എ ഫേം അണ്ടർ ഡിനൈഡ് എൻട്രി ലിസ്റ്റ്. അപ്പം ഒരു DGFTയുടെ റീജിയണൽ അതോറിറ്റിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഫേമിനെ ഡിനൈഡ് എൻട്രി ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യപ്പെടാം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ സച്ച് കേസ് ഫോളോയിങ് റെസ്ട്രിക്ഷൻസ് ആർ ഇമ്പോസ്ഡ്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പറഞ്ഞ 2 റെസ്ട്രിക്ഷൻസ് അവിടെ ഹിറ്റ് ചെയ്യും. ഒന്ന്, റിഫ്യൂസൽ ഫോർ ഗ്രാൻഡ് ഓർ റിന്യൂവൽ ഓഫ് ലൈസൻസ്, ഓതറൈസേഷൻ, സർട്ടിഫിക്കേഷൻ ഓർ ഫിനാൻഷ്യൽ ഓർ ഫിസിക്കൽ ബെനിഫിറ്റ്സ്. അതായത് പുതിയ ലൈസൻസ് അവർക്ക് കിട്ടൂല, പുതിയ സർട്ടിഫിക്കറ്റ്സ്, ഓതറൈസേഷൻസ്, ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ ബെനിഫിറ്റ്സ് ഒന്നും എന്ത് ചെയ്യില്ല, അവർക്ക് കിട്ടത്തില്ല. പിന്നീട് ഒക്കെ റിഫ്യൂസ്ഡ്, ഒന്നും കിട്ടൂല. ബ്ലോക്കേജ് ഓഫ് പ്രിന്റിംഗ് ഇഷ്യൂ ഓഫ് റിന്യൂവൽ ഓഫ് ഓൾ ന്യൂ ലൈസൻസ്, ഓതറൈസേഷൻ, സർട്ടിഫിക്കറ്റ്. പുതിയ ന്യൂ ലൈസൻസുകളൊന്നും ഇഷ്യൂ ചെയ്യില്ല, ഓൾറെഡി ഉള്ള ലൈസൻസ് ഒന്നും റിന്യൂ ചെയ്യാൻ സമ്മതിക്കില്ല. 2 പുതിയ ലൈസൻസ് ഒന്നും അവർക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കില്ല, അല്ലെങ്കിൽ റിന്യൂ ചെയ്ത് കിട്ടൂല, ഇഷ്യൂ ചെയ്ത് കിട്ടൂല. ബ്ലോക്കേജ് ആൻഡ് റിഫ്യൂസൽ. ഓൾറെഡി ഉള്ളത് റിന്യൂ ചെയ്യാൻ റിഫ്യൂസ് ചെയ്യും, ഓൾറെഡി പുതിയ ലൈസൻസ് എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഫേംസ് നെയിം ക്യാൻ ബി റിമൂവ് ഫ്രം DEL. ഇനി എപ്പോഴത് റിമൂവ് ചെയ്യാം, ഈ ഡിനൈഡ് എൻട്രി ലിസ്റ്റിൽ നിന്ന് ഞാൻ ഒഴിവാക്കപ്പെടാം. അതായത് ഡിനൈഡ് എൻട്രി ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല, അതൊക്കെ ഞാൻ ബ്ലോക്ക് ആവില്ലേ. ഞാൻ ഇത് പുറത്താവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഈ ഫേം കംപ്ലീറ്റ്സ് എക്സ്പോർട്ട് ഒബ്ലിഗേഷൻ, പേസ് പെനാൽറ്റി, ഫുൾഫിൽ റിക്വയർമെന്റ് ഓഫ് ഡിമാൻഡ് നോട്ടീസ്. അപ്പം ഡിമാൻഡ് നോട്ടീസ് എന്തെങ്കിലും ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ്
ചെയ്തു, എക്സ്പോർട്ട് അപ്ലിക്കേഷൻസ് ഒക്കെ നടത്തി, പെനാൽറ്റി പേ ചെയ്യാനുള്ളതൊക്കെ പേ ചെയ്തു, ഇതൊക്കെ കംപ്ലീറ്റ് ആയിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഈ ഡിനൈഡ് എൻട്രി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടും. അപ്പോൾ പിന്നെ നോർമലായി, പിന്നെ ലൈസൻസ് ഒക്കെ റിന്യൂ ചെയ്യാം, ഈ പറഞ്ഞ ന്യൂ ലൈസൻസ് എടുക്കാം, ഇതൊക്കെ ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് CA-CMA ഫൈനൽ IDT അമെൻമെന്റ്സ്. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എളുപ്പമുള്ള അത്ര ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അമെൻമെന്റ്സ് അല്ല. ഓക്കെ, ഇറ്റ്സ് ഫൈൻ അമെൻമെന്റ്സ്. ആ തിരുത്തലുകൾ നിങ്ങൾ ആ ബുക്കിൽ തിരുത്തിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇറ്റ്സ് ഓൾ കൂൾ അമെൻമെന്റ്സ്. അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള അമെൻമെന്റ്സ് ഒന്നുമല്ല. ഓക്കെ, യു ക്യാൻ മാനേജ് ഈസിലി മാനേജ് ചെയ്യാൻ പറ്റുന്ന അമെൻമെന്റ്സ് തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. See you in next videos or something. CMA final, CA-CMA ഫൈനലിന്റെ വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫുൾ യൂട്യൂബ് വീഡിയോസ് will coming soon. Need your support through comments. Comment ചെയ്യുക and see you. Bye. Comment വേണേ. Your feedbacks are really important. Okay. So see you. Bye. Bye.